Good morning everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ and welcome to the Hindu Editorial Analysis of 5th May 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്തു പോകാം. അതുപോലെ ആർട്ടിക്കിളിനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് വിടാം. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോട്ടിലൂടെയാണ്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ മോർണിംഗ് കോട്ട്, ഒരു പോസിറ്റീവ് കോട്ട് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്യുന്നു. 2 ആർട്ടിക്കിൾസ് ഉണ്ടാവും. ഏതൊക്കെയാണ് ആർട്ടിക്കിൾസ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം ഡീറ്റെയിൽ ആയ ഓരോ 2 ആർട്ടിക്കിൾസിലും വന്നിരിക്കുന്ന ഓരോ വൊക്കാബ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് ആദ്യം ഫ്രേസൽ വെർബ് ആൻഡ് ഇഡിയംസ്, അതിനുശേഷം നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ് ഒക്കെ നമ്മൾ നോക്കും. എന്നിട്ട് ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദി ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ആൻഡ് ടോൺ ഓഫ് ദി ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ, നമ്മൾ ഹോംവർക്ക് തന്ന സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ ദാറ്റ്സ് ഹൗ വി ഡു അവർ സെഷൻ. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണ്. നമ്മളിപ്പോൾ ബാങ്കിങ്ങിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ, ESICക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ, നിങ്ങൾ SSCക്ക് നോക്കുന്നവരാണോ, UPSC ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണോ, അതോ നിങ്ങൾ കേരള PSC എക്സാംസ് ആണോ, അല്ലെങ്കിൽ KS എക്സാമാണ് നോക്കുന്നത് എങ്കിലും നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള ഇമ്പോർട്ടൻ്റ് ആയ സെഷനാണ്. നിങ്ങളുടെ ജനറൽ അവയർനെസ് നിങ്ങൾക്ക് കൂട്ടാം വിത്ത് എൻറിച്ചിങ് യുവർ വൊക്കാബുലറി. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒന്ന് റീബിൽഡ് ചെയ്തെടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂട്ടാം, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് കൂട്ടാം, റീഡിംഗ് എബിലിറ്റി ആൻഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടാനുള്ളൊരു സെഷൻ ഈ സെഷൻ. അപ്പോൾ വെൽക്കം എവ്രി വൺ, ഗുഡ് മോർണിംഗ്. താമസിപ്പിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ലേ? സുഖമായിട്ടിരിക്കുന്നല്ലോ എല്ലാവരും? ഉഷാറാണല്ലോ? പ്രശ്നമൊന്നുമില്ല, സുഖം. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം വിത്ത് കോട്ട്. അപ്പോൾ കോട്ട് ഇതാണ്: പുഷ് ഹാർഡർ ദാൻ യെസ്റ്റർഡേ ഇഫ് യു വാണ്ട് എ ഡിഫറെൻറ്റ് ടുമോറോ. ഇന്നലെ നിങ്ങൾ പുഷ് ചെയ്തിട്ടുണ്ടോ? അല്ലെ, അത്യാവശ്യം നിങ്ങളൊന്ന് നന്നായി പരിശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇന്നലെ പരിശ്രമിച്ചതിനേക്കാളും ഒരു പടി മുന്നോട്ട്. എപ്പോഴും അങ്ങനെയാണല്ലോ, കുറച്ച് അപ്ഡേഷൻ വേണമെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ ഇന്നലെ ചെയ്തതിനേക്കാളും ഒരു പടി കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാം. കുറച്ചുകൂടെ പുഷ് ചെയ്യാം. ഹാർഡ് കുറച്ചുകൂടെ പുഷ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് നാളത്തേക്ക് വേണ്ടി, നമ്മൾ നാളെ ഒരു ബെറ്റർ നാളെ ആവണമെങ്കിൽ യു ഹാവ് ടു പുഷ് ഹാർഡ്. അപ്പോൾ ഓർക്കുക, നമ്മൾ ചെയ്യുന്ന ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്സും നാളേക്ക് വേണ്ടിയിട്ടല്ല, നാളെ നമ്മുടെ ലൈഫ് സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എഫേർട്സും എടുക്കുക. പക്ഷേ ഇന്നെടുക്കുന്ന എഫേർട്ട് നാളെ കുറച്ചുകൂടി കൂട്ടണം. ആ എഫേർട്ടിനെ കുറച്ചുകൂടി കൂട്ടിയാലേ നിങ്ങൾക്ക് ഒരു ബെറ്റർ ടുമോറോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ യു പുഷ് ഹാർഡർ ദാൻ യെസ്റ്റർഡേ ഇഫ് യു വാണ്ട് എ ബെറ്റർ ടുമോറോ ഓർ എ ഡിഫറെൻറ്റ് ടുമോറോ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദറ്റ് കോട്ട്. ആ കോട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണുള്ളത്. ഒന്ന്, നമ്മുടെ ഇൻഫ്ലേഷൻ, നല്ല രീതിയിൽ ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി RBIയുടെ ഇൻഫ്ലേഷൻ റേറ്റ്സിനെ പറ്റിയും ഒക്കെയുള്ള പുതിയ ഇൻഫ്ലേഷൻ റേറ്റിനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിളാണ്. ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കിളാണ്. നമുക്കത് വിട്ടുകളയാൻ പറ്റില്ല. വി ഹാവ് ടു റീഡ് ദാറ്റ്. കാരണം അത് ഇക്കോണമി ബാധിക്കുന്നു. ജനറൽ അവയർനെസ്സിന് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറേ സെഗ്മെൻ്റ് ആണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ്. അടുത്തൊരു ആർട്ടിക്കിൾ, നമ്മുടെ മോദിജി പോയി യൂറോപ്പ് വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലേ. റിലേഷൻഷിപ്പൊക്കെ ഒന്ന് പുതുക്കി, അതുപോലെ തന്നെ ഒന്ന് ടൈറ്റൻ ചെയ്യിപ്പിക്കുന്നു എല്ലാവരുമായിട്ട്, എല്ലാ യൂറോപ്യൻ കൺട്രീസുമായിട്ട്. അപ്പോൾ ജർമ്മനി, ഫ്രാൻസ് മുതലായ കൺട്രീസ് എല്ലാവരോടും ഉണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഒരു പ്രശ്നമുണ്ട്. ഇവരോടൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. യൂറോപ്പൊക്കെ റഷ്യക്കെതിരാണ് അല്ലേ. അപ്പോൾ യൂറോപ്പൊക്കെ റഷ്യക്കെതിരെ. അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു എന്താ പറയുക, നോൺ അലൈൻമെൻറ്റ്, ഇതിനോടൊന്നും ചേർന്ന് നിൽക്കുന്നില്ല, രണ്ടിനോട് ചേർന്ന് നിൽക്കാത്തൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അത് അഡ്രസ്സ് ചെയ്യുന്നതിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ് വോറിനെ പറ്റി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ വോറ് എങ്ങനെ പോകുന്നു, അത് ശരിയാണോ എന്നുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ ഒരു ഡിസ്കഷൻ നടത്തുമ്പോൾ ഏറ്റവും മെയിനായിട്ട് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കോമൺ ആയൊരു ഫാക്ടറുണ്ട്. നമ്മുടെ മുമ്പിലൊരു വോറുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ യൂറോപ്പുമായിട്ടുള്ള ടൈസിനെ പറ്റി പറയുമ്പോൾ അത് റഷ്യ അപ്സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിവാളും. കാരണം ഇന്ത്യക്ക് റഷ്യയായിട്ടൊരു ബന്ധമുണ്ട്, എന്നാൽ യൂറോപ്യൻ കൺട്രീസൊക്കെ റഷ്യക്ക് എതിരുമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇഷ്യൂ, ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂവിനെ പറ്റിയാണ്. ഇൻ ദ ടൈം ഓഫ് വോർ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് ദാറ്റ്സ് എ സിമ്പിൾ റീഡ്. സർഫസ് റീഡിങ്ങിൻ്റെ ആവശ്യമുള്ളൂ, സിമ്പിളായിട്ടുള്ളൂ. പ്രത്യേകിച്ച് അധികം വൊക്കാബൊന്നും അതിലില്ല. പക്ഷേ നമ്മുടെ നിർബന്ധമായ ഇൻക്രീസ് ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ഇൻക്രീസ് കൂട്ടിയിട്ടുണ്ട് RBI. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയതിനെ പറ്റിയൊക്കെയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ വേർഡ്സും അതിലുണ്ട്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ്. ഫസ്റ്റ് ലെറ്റ്സ് മൂവ് ടു ദി ഇഡിയംസ്, ഫ്രേസസ് ആൻഡ് വൺ വേർഡ്സ് ഓഫ് കോഴ്സ്. അപ്പോൾ ആദ്യത്തെ ഇഡിയം പിടിച്ചോ, നിങ്ങൾ കേട്ട് പരിചയമുള്ള എന്ന എക്സാമിനൊക്കെ വന്നിട്ടുള്ള ഒരു ഇഡിയമാണ് എലഫൻറ്റ് ഇൻ ദ റൂം. എസ്പെഷ്യലി ഞാനിത് പറയുന്നത് നമ്മുടെ
നമ്മുടെ യൂറോപ്പ് ടൈസിനെ പറ്റി ഇൻ ദ ടൈം ഓഫ് വോർ എന്ന ആർട്ടിക്കിളിൻ്റെ ഉള്ളതാണ്. നമ്മളൊരു ആർട്ടിക്കിളിൽ പറയും, ആർട്ടിക്കിളല്ല, നമ്മൾ ഡിസ്കഷൻ നടത്തുമ്പോൾ, ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ഓർ എ നെഗോസിയേഷൻ നടത്തുമ്പോൾ ദർ ആർ ടൈംസ് ഇൻ വിച്ച് people remain silent about the elephant in the room. അവർക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട്. ദർ ഇസ് എൻ ഒബ്വിയസ് ഇഷ്യൂ, ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ഉണ്ട്, ഒരു പ്രോബ്ലം ഉണ്ട്, ആ വളരെ ക്ലിയറാണ്, വളരെ എവിഡൻ്റ് ആയുള്ള ഇഷ്യൂ ഉണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയാമെങ്കിലും അതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും? ഡെലിബറേറ്റ്ലി ദി അവോയ്ഡഡ്. എല്ലാവരും അത് അവോയ്ഡ് ചെയ്യും. എവ്രി വൺ ഈസ് അവോയ്ഡിങ് ഇറ്റ്. അങ്ങനെ ഒരു ഇഷ്യൂ, അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എലിഫന്റ് ഇൻ ദ റൂം. അപ്പോൾ ഇപ്പോൾ യൂറോപ്പിൽ പോയി ഡിസ്കഷൻ നടത്തുമ്പോൾ, മോദിജി പോയി ഡിസ്കഷൻ നടത്തുമ്പോൾ ദർ ഇസ് എൻ എലിഫന്റ് ഇൻ ദ റൂം. എന്താണ്? റഷ്യൻ വോർ ഓൺ ഉക്രൈൻ. അത് ഒരു എലിഫന്റ് ഇൻ ദ റൂമാണ്, ഒബ്വിയസ് ഇഷ്യൂ ആണ്. പക്ഷെ അതിനെ എന്താ പറയുക, ഡിസ്കസ് ചെയ്യുന്നില്ല. അങ്ങനെ പോകുന്ന ഒരു കാര്യത്തെ പറ്റി ആണ്. സോ എലിഫന്റ് ഇൻ ദ റൂം ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് എൻ ഒബ്വിയസ് ഇഷ്യൂ. എല്ലാവർക്കും അറിയാമുണ്ടെന്ന്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, എവിഡൻ്റ് ആണ് എല്ലാവർക്കും. പക്ഷേ അറിഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു, കണ്ടില്ലാതെ നടിക്കുന്നു. ഓക്കെ, ദാറ്റ് ഈസ് എലിഫന്റ് ഇൻ ദ റൂം. ഓക്കെ, യെസ്. ഓക്കെ, അടുത്ത് നോക്കാം, ലോങ് ഓവർഡ്യൂ. ലോങ് ഓവർഡ്യൂ. അപ്പോൾ ഓവർഡ്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക, ഇതൊരു ഫ്രേസാണ്. ഇറ്റ്സ് നോട്ട് എ ഫ്രേസൽ വേർബ്, ഇഡിയം അല്ല. ലോങ് ഓവർഡ്യൂ എന്ന് പറയുന്നൊരു ഫ്രേസൽ വേർബും അല്ല, ഫ്രേസാണ്. കാരണം ലോങ് ഇസ് എൻ അഡ്ജക്റ്റീവ്, ഓവർഡ്യൂ നൗണുമാണ്. അപ്പോൾ ലോങ് ഓവർഡ്യൂ ഇസ് യൂസ്ഡ് എസ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, അഡ്ജക്റ്റീവ് ഫ്രേസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ് ലോങ് ഓവർഡ്യൂ. ഇറ്റ് വാസ് ലോങ് ഓവർഡ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാവ് ബീൻ എക്സ്പെക്ടിങ് ഫോർ എ ലോങ് പീരിയഡ്. കുറേ നാളെ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതുവരെ കിട്ടിയിട്ടില്ല. ഹാവിങ് ബീൻ എക്സ്പെക്റ്റഡ്, ലോങ് ഓവർഡ്യൂ ആയ കാര്യമാണ്. ഹാവിങ് ബീൻ റിക്വയർഡ്, ഒരുപാട് നാളായിട്ട് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടാതിരുന്ന ഒരു സംഭവം, അതിനെ നമുക്ക് പറയാം ലോങ് ഓവർഡ്യൂ എന്ന് പറയാം. having been required or having been expected for a long time. ഒരുപാട് നാളായിട്ട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം, എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ അവസ്ഥയ്ക്കാണ് ലോങ് ഓവർഡ്യൂ എന്ന്. ഇറ്റ് വാസ് ലോങ് ഓവർഡ്യൂ എന്നൊക്കെ പറയും. ഇത്ര കാലമായി ഞങ്ങളിത് പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, എത്ര നാളായി ഇത് ആവശ്യപ്പെട്ടിരുന്നു, എന്നിട്ട് ഇതുവരെ കിട്ടിയില്ലല്ലോ എന്നൊക്കെ പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്, ലോങ് ഓവർഡ്യൂ. ആ ഹരി, അവിടെ മഴയുണ്ടായിരുന്നു. മഴയുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നു മഴ? നിങ്ങൾക്ക് അവിടെ മഴ ഉണ്ടായിരുന്നു? ഇന്നലെ രാത്രിയായപ്പം, അത് ഞാൻ ക്ലാസ് എടുത്തുണ്ട്, പെയ്ഡ് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ ഒരു 9:30 ആയപ്പോൾ നല്ല മഴ. അപ്പോൾ പെട്ടെന്ന് നല്ല മഴ പെട്ടെന്ന് പെയ്തു നിർത്തുന്നു. ആ മണ്ണൊക്കെ നനയാൻ മാത്രം ഉള്ളതുണ്ട്. എന്നാൽ പ്രകൃതി അങ്ങ് നനയാൻ മാത്രം, അറ്റ്മോസ്ഫിയറിനെ ഒന്ന് മാറ്റാൻ മാത്രമുള്ളതായിട്ടില്ല, ടെമ്പറേച്ചറിനൊരു മാറ്റം വരാൻ മാത്രമായിട്ടില്ല. കാരണം എന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങ് നിന്നേ, ആ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ നേരം അങ്ങ് നിന്നില്ല. അതാണ് എനിക്ക് സങ്കടം. അടുത്ത ഹോൾഡ് ഓഫ്. ഹോൾഡ് ഓഫ് ചെയ്യുക മീൻസ് റെസിസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഹോൾഡ് ഓഫ് ചെയ്യുക മീൻസ് നമ്മൾ റെസിസ്റ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓക്കെ, ഒരു കാര്യത്തിൽ റെസിസ്റ്റ് ചെയ്യുന്നോ അല്ലെ ചാലഞ്ച് ചെയ്യാമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഹോൾഡ് ഓഫ് ചെയ്യുക എന്ന് പറയും. ഇന്ന് ആർട്ടിക്കിൾ നമുക്ക് കാണാം, ഇൻഫ്ലേഷനെ ഹോൾഡ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറേ നാളായി ഇൻഫ്ലേഷൻ നമ്മൾ ഹോൾഡ് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ വി ആർ റെസിസ്റ്റിംഗ് ഇൻഫ്ലേഷൻ റേറ്റ്സ് എന്നുള്ള കാര്യത്തെ ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റും. അതായിരിക്കും ഹോൾഡ് ഓഫ് എന്ന വാക്ക്, ഫ്രേസൽ വേർബ് മീനിങ് റെസിസ്റ്റ്. ഹോൾഡ് ആണ് ഇവിടുത്തെ വേർബ്, ഓഫ് ഇസ് പ്രിപ്പോസിഷൻ അല്ലെങ്കിൽ അഡ്വേർബ് ആയിട്ടും ഓഫ് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ഓൺ എ ടിയർ. ഓൺ എ ടിയർ ഇതൊരു ഇഡിയമാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷനാണ്. ഓൺ എ ടിയർ അല്ലെങ്കിൽ ഒരു ഫ്രേസ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഓൺ എ ടിയർ മീൻസ് ഹാവിങ് ഗ്രേറ്റ് സക്സസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. ഓഫ് ആണത്. ഹാവിങ് ഗ്രേറ്റ് സക്സസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, അതിനെ നമ്മൾ വിളിക്കും ഓൺ എ ടിയർ. എന്തെങ്കിലും ഒരു കാര്യം കുറേ നാളായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മളിപ്പോൾ പറയാം, ഇൻഫ്ലേഷൻ റേറ്റ് എടുത്തു, കുറേ നാളായി വില കയറ്റം നല്ല സുഖമായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അല്ലെ, ഫ്യൂവൽ പ്രൈസ് ഹൈക്ക്. ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് ഈസ് ഓൺ എ ടിയർ. ഹി ഈസ് ഓൺ എ ടിയർ. അവൻ നല്ല അവൻ നന്നായി പോകുന്നുണ്ടല്ലോ. ഹിസ് ബിസിനസ് ഈസ് ഓൺ എ ടിയർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കുറേ നാളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂവൽ പ്രൈസ് നല്ല രീതിയിൽ കുറേ നാളായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫ്ലേഷൻ കുറേ നാളായിട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, നല്ല സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഹാവിങ് ഗ്രേറ്റ് സക്സസ് ഫോർ എ പീരിയഡ് ഓഫ് ടൈം, അതിന് നമുക്ക് വിളിക്കാം ഓൺ എ ടിയർ എന്ന് പറയാം. അടുത്ത് നോക്കുക, കട്ട് ബാക്ക്. ഒരു കാര്യം നമ്മൾ കട്ട് ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക, അത്ര ഉള്ള അർത്ഥം. കട്ട് ബാക്ക് ചെയ്യുക മീൻസ് കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് റെഡ്യൂസ് ചെയ്യുക. ഒരു കാര്യത്തിൻ്റെ എമൗണ്ടോ ക്വാണ്ടിറ്റിയോ ഒക്കെ നമ്മൾ കുറയ്ക്കുന്നതന്നെ നമുക്ക് പറയാം കട്ട് ബാക്ക് ചെയ്യുക എന്ന് പറയാം. എനിത്തിങ്, കട്ട് ബാക്ക് എനിത്തിങ് അറ്റ് ഓൾ, അതിന് നമ്മൾ വിളിക്കും കട്ട് ബാക്ക്. റിലേഷൻഷിപ്സ് കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ കട്ട് ബാക്ക് പീസ് ട്രീറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. കട്ട് ബാക്ക് ഹെൽപ്പ് എന്നൊക്കെ പറയും. സോ റെഡ്യൂസ് ചെയ്യുക, ഹെൽപ്പ് റെഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണെങ്കിലും റെഡ്യൂസ് ചെയ്യുക, അതിന് നമ്മൾ പറയും കട്ട് ബാക്ക്. കട്ട് ചെയ്യുക എന്നുള്ള അർത്ഥം തന്നെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണേ, മറക്കരുതേ. ഓക്കെ,
ഓ, ഇന്നലെ മഴ വെറുതെ അല്ല കേട്ടോ. ഇന്നലത്തെ മഴയിൽ എനിക്ക് തോന്നി ഒരുപാട് പേര് വൈകിട്ടായപ്പോഴേക്കും ക്ലാസ്സിലൊക്കെ ആൾക്കാർ കുറവായിരുന്നു. അപ്പോഴേ അവർ പറഞ്ഞു ഇടി മഴയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുമായിരുന്നു, കണക്ഷനൊക്കെ അവർക്ക് കട്ടായി പോകുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അവിടെയൊക്കെ ഇടിമഴയുണ്ട്. എനിക്കധികം ഇടിമഴയൊന്നും വന്നില്ല, മഴ മാത്രമേ ചെയ്തുള്ളൂ. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ് ശശികല. യെസ്, അപ്പോൾ നമുക്ക് മറക്കരുത് ഇഡിയം. ആദ്യത്തെ ഇഡിയം എലഫന്റ് ഇൻ ദ റൂം, അടുത്ത ഫ്രേസ് ലോങ് ഓവർഡ്യൂ, ഹോൾഡ് ഓഫ്, ഫ്രേസൽ വെർബ്, ഓൺ എ ടിയർ ഇഡിയം അല്ലെങ്കിൽ ഫ്രേസ് ആയിട്ടും യു ക്യാൻ യൂസ്. കട്ട് ബാക്ക് ഈസ് എൻ ഇഡിയം, സോറി ഇറ്റ്സ് എ ഫ്രേസൽ വെർബ്. റിഡ്യൂസ് മറക്കണ്ട കേട്ടോ. ഇത്രയും കാര്യങ്ങൾ 5 ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ആണുള്ളത്. റിമെമ്പർ ദാറ്റ്. നമുക്ക് പോകാം നമ്മുടെ സിനോണിംസ് ആന്റണിംസിലോട്ടൊക്കെ. അതിനു മുമ്പ് നമുക്ക് 15% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ളവരെ മറക്കണ്ട. വെച്ച് താമസിപ്പിക്കരുത്. നിങ്ങൾ പഠിക്കാനുള്ള കാര്യം അപ്പം പഠിച്ചു വിട്ടുകൊള്ളുക. നമ്മുടെ ബാങ്കിങ് ബാച്ച്, നമ്മുടെ ഇംഗ്ലീഷ് പ്രോ ബാച്ച് എല്ലാം അങ്ങനെ പൊക്കോണ്ടിരിക്കും. ബാങ്കിങ് ബാച്ച് ഉടനെ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്കറിയാം വാട്ട് ടു ഡു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ Adda247.com എന്ന വെബ്സൈറ്റിൽ കയറാം. അവിടെ കേരള എക്സാംസ് എടുക്കുക. അവിടെ കേരള എക്സാംസ് എടുക്കുക. അവിടെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ മലയാളത്തിലുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റും. അവിടെ പോവുക, ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂ ഓഫേഴ്സ് കൊടുക്കുക. വ്യൂ ഓഫേഴ്സിൽ നിങ്ങൾക്ക് Y314 എന്ന കോഡ്, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്ത് 15% ഡിസ്കൗണ്ടിൽ കോഴ്സ് കിട്ടും. വരാൻ പോകുന്ന ബാച്ച് ഉടനടി വരാൻ പോകുന്ന 11-ാം തീയതി നമ്മൾ ആരംഭിക്കുന്ന നമ്മുടെ യജ്ഞ ബാച്ചാണ്. ബാച്ചിൻ്റെ പ്രത്യേകത ഏതാണ്? ബാങ്കിങ് കോഴ്സുകൾക്ക് വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ RRBക്ക് ട്രൈ ചെയ്യുന്നവരാണോ? ഇനി അതല്ല, നിങ്ങൾ RRB അല്ലെ RBI മാറിപ്പോയി. RBIക്ക് ട്രൈ ചെയ്യുന്നവരാണോ? SBI എക്സാം, IBPS എക്സാമിന് വേണ്ടി, ഇൻഷുറൻസ് റിലേറ്റഡ് ESICയുടെ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ കോഴ്സാണ്. ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് തരുന്ന ഒരു കോഴ്സാണ് നമ്മുടെ യജ്ഞ ബാച്ച്. ഈ യജ്ഞ ബാച്ചിൻ്റെ പ്രത്യേകത എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. 1.5 മണിക്കൂറിൻ്റെ ക്ലാസ്സുകളാണ്. 3 ക്ലാസ്സുകളാണ് ഡെയിലി ഉള്ളത്. 11-ന്, 5-ന്, 7-ക്ക്. മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, കംപ്ലീറ്റ് ആയിട്ടൊരു സ്ട്രോങ് ഹോൾഡ് നിങ്ങൾക്ക് അതിൽ കിട്ടും. അതാണ് ഈ ഒരു ബാച്ചിൻ്റെ പ്രത്യേകത. പിന്നെ നിങ്ങൾക്ക് വേറൊരു കോഴ്സും എടുക്കേണ്ട കാര്യമില്ല. ഇത് പഠിച്ചാൽ മതി. കാരണം ഇത് നിങ്ങൾക്ക് 1 ഇയർ വാലിഡിറ്റി ഉണ്ട്. നോട്ട്സും അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകളും 1 വർഷത്തേക്ക് അവിടെ കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരിക, റെഫർ ചെയ്യാം. അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയോട് പോയി കോഴ്സ് എടുക്കുക. നിങ്ങൾക്ക് വെറും 1100 സംതിങ് ആ രൂപയ്ക്ക് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത. വേറെ എവിടെയും കിട്ടില്ല. ഇത്ര റേറ്റ് കുറച്ച്, ഇത്ര റീസണബിൾ റേറ്റിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക് കോച്ചിങ്ങിന് നിങ്ങൾ ചേരാൻ പറ്റില്ല നിങ്ങൾക്ക്. സോ ഈ കിട്ടുന്ന അവസരം വെറുതെ നഷ്ടപ്പെടുത്താതിരിക്കുക. ക്വാളിറ്റി ക്ലാസ്സസ് വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ കിട്ടുക, അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് റേറ്റിൽ കോസ്റ്റ് എഫക്റ്റീവ് മാനറിൽ കിട്ടുക എന്ന് പറയുന്ന വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ വിട്ടുകളയരുത്. ഓരോ ഓപ്പർച്യൂണിറ്റീസും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിനാണ് നിങ്ങളുടെ ബേസിക്സ് കുറവ്. മാത്തും റീസണിങ് കുഴപ്പമില്ല മിസ്സേ, എനിക്ക് വലിയ ഇംഗ്ലീഷിനാണ് പ്രശ്നം എന്ന് പറയുന്ന പല കുട്ടികളെ എനിക്കറിയാം. അങ്ങനെയുള്ള നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് ഇംഗ്ലീഷ് പ്രോ കോഴ്സിലുണ്ട്. ഇംഗ്ലീഷ് പ്രോ കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് മുതൽ അഡ്വാൻസ് വരെ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. കോംപ്രഹെൻസീവ് ബാച്ചാണ് അത്. ഇംഗ്ലീഷ് റീഡിംഗ് എബിലിറ്റി അതിൽ നമ്മൾ RC കംപ്ലീറ്റ് ചെയ്ത് നോക്കും. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ ഗ്രാമർ പാർട്ട് കംപ്ലീറ്റ് ആയിട്ട് ബേസിക്സ് ടു അഡ്വാൻസ് പോവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. വൊക്കാബുലറിയുടെ ഷോർട്ട് എല്ലാ രീതിയിലും ഇമ്പ്രൂവ്മെൻറ്റ് തരാൻ ബേസിക്സ് ബാക്കിയെല്ലാം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. വൊക്കാബുലറി കംപ്ലീറ്റ് എന്നല്ല, വൊക്കാബുലറിയുടെ ഒരു ബേസിക്സ് എങ്ങനെ പഠിക്കണം, അതിനുള്ള രീതികൾ, അതിൻ്റെ മെത്തേഡ് ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ വൊക്കാബുലറിയും ഗ്രാമറും കോംപ്രിഹെൻഷനും കൈകാര്യം ചെയ്യുന്ന ഡീറ്റെയിൽ ആയിട്ടൊരു ബാച്ചാണ്. 75+ hours നിങ്ങൾക്കുണ്ട്. അതിപ്പോൾ കേരള PSCക്ക് പഠിക്കുന്നവരാണെങ്കിലും UPSC, KS, ബാങ്കിങ് എക്സാംസിന് ഏതെങ്കിലും IBPSO, SBIയോ, ഇൻഷുറൻസ് എക്സാം, ESIC എക്സാംസിനോ, SSC എക്സാംസിനോ, ഏത് എക്സാമിനോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ സെഷനിൽ കൂടാൻ പറ്റും കേട്ടോ. ഇപ്പോൾ 19 സ്റ്റാർട്ട് ചെയ്താണ്. ക്ലാസ്സുകളെല്ലാം ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്, ഒന്നിടവിട്ട ദിവസങ്ങളിലാണ്. ആഴ്ചയിൽ 3 അല്ലെങ്കിൽ 4 ക്ലാസ്സുകളെ ഉണ്ടാവത്തുള്ളൂ. 4 ദിവസങ്ങളിലെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ഉള്ള ക്ലാസ് 2 ക്ലാസ് ഉണ്ടാവും. 3 മണിക്കും 8:30ക്കും 1.5 മണിക്കൂറിൻ്റെ 2 സെഷൻ. ശ്രീമാ മിസ്സും ഞാനുമാണ് കൈകാര്യം ചെയ്യുന്നത്. മറക്കണ്ട. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുന്നതായിട്ടും ആലോചിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിനോണിംസിലോട്ട് കിടക്കാം. നമ്മുടെ ഫസ്റ്റ് സിനോണിം ഫോർ ദ ഡേ ഇസ് ഇൻഎവിറ്റബിൾ. ഇൻഎവിറ്റബിൾ അറിയാലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അത്യന്താപേക്ഷിതം എന്ന് നമ്മൾ പറയും അല്ലേ. ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ, അതായത് ആവശ്യമാണ്. ഇറ്റ് ഈസ് നെസസറി, ഇറ്റ് ഈസ് സർട്ടൻ എന്നൊക്കെ പറയില്ലേ. അതായത് ഇറ്റ് ഈസ് ഇൻഎവിറ്റബിൾ, അൺഅവോയ്ഡബിൾ ആണ്. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എത്ര പ്രതീക്ഷിച്ച് അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഇറ്റ് വിൽ കം ടു യു. ഇൻഎസ്കേപ്പബിൾ, നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ലാത്തൊരവസ്ഥ. ദാറ്റ് ഈസ് ഇൻഎവിറ്റബിൾ. നെസസറി എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, അത് തന്നെയാണ് സംഭവം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സർട്ടൻ എന്നൊക്കെ മീനിങ്. അടുത്ത വാക്ക് ഈസ് ഇറോഡ്. ഇറോഡിയ മീൻസ് നശിപ്പിക്കുക എന്നല്ലേ. സോയിൽ ഇറോഷൻ കേട്ടിട്ടുണ്ടല്ലോ. ഇറോഡിയയിൽ ഇറോഷൻ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇറോഷൻ, സോയിൽ ഇറോഷൻ നമ്മൾ ഒരുപാട് കേട്ടുള്ള അല്ലേ. മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഒരുപാടുണ്ട്. അപ്പോൾ സോയിൽ ഇറോഷന് കാരണമാകും എന്നൊക്കെ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. മരമൊക്കെ വെട്ടിക്കളഞ്ഞാൽ സോയിൽ ഇറോഷൻ ക്രിയേറ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇറോഷൻ ഇസ് എ നൗൺ, അതായത് ഡാമേജ്, അതിലർത്ഥം. സോ ഇറോഷൻ മീൻസ് വേർ അവേ. ഫ്രേസൽ വെർബാണ് വേർ അവേ. അല്ലെങ്കിൽ അബ്രൈഡ്, കൊറോഡ്, നാശം.
or damage. അതാണ് ഇറോഷൻ, ഇറോഡ് എന്നൊക്കെ പറയുന്നത് അർത്ഥം. മറക്കണ്ട കേട്ടോ. ഓക്കെ, ലെറ്റ് മീ സീ യുവർ സെൻറ്റൻസസ് ദെൻ. പീപ്പിൾ ആർ ലോങ്ങിങ് overdue for the cutback of price of petrol. അങ്ങനെയല്ല, ഇതൊരു ഫ്രേസാണ്. അത് വേർബായിട്ട് ഉപയോഗിക്കും. ലോങ്ങിങ് എന്ന് പറയുമ്പം ലോങ്ങിങ് ഫോർ സംതിങ് കാത്തിരിക്കുകയാണെന്നാണ് അർത്ഥം കേട്ടോ നിധി. ലോങ്ങിങ് ഫോർ സംതിങ് മീൻസ് കാത്തിരിക്കുകയാണ് എന്ന്. ഓക്കെ, അപ്പോൾ അതല്ല ഇവിടുത്തെ, അങ്ങനെയല്ല സെൻറ്റൻസ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ലോങ്ങിങ് ഫോർ സംതിങ് എന്ന് പറയുമ്പോൾ അത് കാത്തിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ്. ഇത് കാത്തിരിക്കുക എന്നല്ലല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താ? ലോങ് ഓവർഡ്യൂ എന്ന് പറഞ്ഞാൽ കുറേ നാളായി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരുപാട് കാലത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സംതിങ്. ദാറ്റ് മീൻസ് വി വേർ അല്ലെങ്കിൽ എന്താ പറയാം, പെട്രോൾ പ്രൈസ് ഹൈക്ക് ഇങ്ങനെ പറയാം. പെട്രോൾ എന്താണ്, റിഡക്ഷൻ അങ്ങനെ പറയാം. റിഡക്ഷൻ ഇൻ പെട്രോൾ പ്രൈസ് ഹൈക്ക്, റിഡക്ഷൻ ഇൻ പെട്രോൾ പ്രൈസ് അങ്ങനെ കൊടുത്തു. റിഡക്ഷൻ ഇൻ ഫ്യൂൽ പ്രൈസ് ഇസ് ലോങ് ഓവർഡ്യൂ. ഒരുപാട് നാളായി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ റിഡക്ഷൻ ഇൻ പെട്രോൾ പ്രൈസ് ഇസ് ലോങ് ഓവർഡ്യൂ അങ്ങനെ കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് വരാം. അല്ലെങ്കിൽ കട്ട് ബാക്ക് ഓഫ് പ്രൈസ് ഓഫ് പെട്രോൾ ഈസ് ലോങ് ഓവർഡ്യൂ. ലോങ്ങിങ് ഓവർഡ്യൂ കൊടുക്കരുത്, അത് വേർബ് അല്ല. അതാണ് ഞാൻ ഫ്രേസിൽ നിന്ന് എടുത്ത് പറഞ്ഞത്. ഫ്രേസൽ വേർബ് അല്ല, ലോങ് ഓവർഡ്യൂ എന്ന് പറയരുത്, അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ, ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ സീംസ് ലൈക്ക് എലഫന്റ് ഇൻ ദ റൂം ബട്ട് ഇറ്റ്സ് കോൺസിക്വൻസസ് ഇസ് വെരി ലാർജ്. നിന്നെ ഞാൻ അടിക്കും ഹരി, അടി വരും, അടി തരുവേ. കാരണം വെച്ചാൽ എന്താ, ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ അത് കുഴപ്പമില്ല. സീംസ് ഓക്കെ ലൈക്ക് എലഫന്റ് ഇൻ ദ റൂം, എല്ലാവർക്കും ഒരേ മറ്റേ അഡ്രസ്സ് ചെയ്യുന്നില്ല. ബട്ട് അതുവരെ വളരെ കറക്റ്റാണ്, ഒരു പ്രശ്നമില്ല. പക്ഷേ നെക്സ്റ്റ് ക്ലോസിലാണ് പ്രശ്നം. ഇറ്റ്സ് അതിൻ്റെ, അതും കുഴപ്പമില്ല. അതിൻ്റെ കോൺസിക്വൻസസ് പ്ലൂറലാണ്. അപ്പോൾ കോൺസിക്വൻസസ് എന്നുള്ളത് പ്ലൂറൽ നൗൺ അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ക്ലോസിൽ പ്ലൂറൽ നൗൺ നീ കൊടുത്തിരിക്കുന്നത് ഈസ് വെരി ലാർജോ. ഇറ്റ്സ് കോൺസിക്വൻസസ് ആർ വെരി ലാർജ്. വേണ്ടേ? സിമ്പിളായൊരു സാധനം, മിസ്റ്റേക്ക് വരുത്തേക്കുന്നുണ്ടോ? കോൺസിക്വൻസ് ആണെങ്കിൽ ഈസ്, കോൺസിക്വൻസസ് ആണെങ്കിൽ ആർ, ദാറ്റ്സ് ഇറ്റ്. സിംഗുലർ സബ്ജക്റ്റ് എങ്കിൽ സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്റ്റ് എങ്കിൽ പ്ലൂറൽ വേർബ്, ദാറ്റ്സ് ഇറ്റ്, നത്തിങ് മോർ അല്ലേ. ഓ തിരുത്തി, അവസാനം നീ തിരുത്തി. ഓക്കെ ശരി, എനിക്ക് എപ്പോഴും രണ്ടാമതാ ബൾബ് കത്തുക അല്ലേ. ഓക്കെ, വെയറിങ് ഹെൽമെറ്റ് കട്ട് ബാക്ക് ദ എഫക്റ്റ് ഓഫ് ഇഞ്ചുറി. എഫക്റ്റ്, യെസ്. ഔട്ട്കം, ഗ്രേറ്റ്, യെസ്. എനിവൺ വിൽ സക്സസ്ഫുൾ കരിയർ if person holds of license. അല്ല. Anyone will succeed in career. കേട്ടോ ദീപക്കെ, സക്സസ്ഫുൾ ഈസ് അഡ്ജക്റ്റീവ്. നമുക്കിവിടെ വേണ്ടത് വേർബ് അല്ലേ. എനിവൺ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ്. അത് കഴിഞ്ഞിട്ട് എന്തായാലും മെയിൻ വേർബ് വേണം അല്ലേ. വിൽ എന്ന് പറയുന്ന ഒരു മോഡൽ ഓക്സിലറി വേർബാണ്. ഒരു മോഡൽ ഓക്സിലറി വേർബ് ഉണ്ടെങ്കിൽ അതിനുശേഷം ഉറപ്പായിട്ടും നമുക്കൊരു V1 വേണമല്ലോ, മെയിൻ വേർബ് വേണമല്ലോ, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ശേഷം V1 വേർബിൻ്റെ ഫസ്റ്റ് ഫോം വേണം. അപ്പോൾ എനിവൺ വിൽ ബി സക്സസ്ഫുൾ അതായാലും കുഴപ്പമില്ല. എനിവൺ വിൽ ബി സക്സസ്ഫുൾ ഇൻ കരിയർ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിവൺ വിൽ സക്സീഡ് ഇൻ കരിയർ എന്ന് കൊടുത്തോട്ടോ. ഇഫ് ദാറ്റ് പേഴ്സൺ ഇങ്ങനെ കൊടുക്കുക. ഇഫ് ദാറ്റ് പേഴ്സൺ എടുത്ത് പറയണം. എനിവൺ ഇഫ് ദാറ്റ് പേഴ്സൺ എന്ന് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഹി എന്ന് കൊടുത്താൽ മതി. ഇഫ് ഹി ഹോൾഡ്സ് ഓഫ് ലേസിനെസ് കേട്ടോ. പിന്നെ ഇഫ് ഉള്ളപ്പോൾ ആ കോമയുടെ ആവശ്യമില്ല. ഓക്കെ, കൺജംഷൻ ഉള്ളപ്പോൾ പിന്നെ കോമയുടെ ആവശ്യമില്ല, അതൊന്നും ഓർത്തോ. അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ കോമ ഇട്ട് കൊടുക്കാം. ഇത് ഇഫ് ക്ലോസ് അല്ലല്ലോ, മെയിൻ ക്ലോസ് നീ ആദ്യം എഴുതിയത് അല്ലേ. അപ്പോൾ മെയിൻ ക്ലോസ് വരുമ്പോൾ കോമയുടെ ആവശ്യമില്ല, അതൊന്നും ശ്രദ്ധിച്ചോണേ. ഇനി ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ, IELTS പ്രിപ്പയർ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ IELTSൽ നമ്മൾ റൈറ്റിംഗ് ഒക്കെ എഴുതുമ്പോൾ ഈ കോമ ഒക്കെ പങ്ക്ച്വേഷൻസ് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതുകൊണ്ട് എടുത്ത് പറയുന്നത് കേട്ടോ. സോ എനിവൺ വിൽ ബി സക്സസ്ഫുൾ ഇൻ കരിയർ എന്നോ അല്ലെങ്കിൽ വിൽ സക്സീഡ് ഇൻ കരിയർ എന്നോ കൊടുത്തിട്ട് കോമ കട്ട് ചെയ്യുക. ഇഫ് ഹി ഹോൾഡ്സ് ഓഫ് ലേസിനെസ് കേട്ടോ. എനിവൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ ജെൻഡറിൽ പെടും, അതുകൊണ്ട് ഹി എന്ന മസ്കുലർ ജെൻഡറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഹി എന്ന് കൊടുക്കുക. യെസ്, Avatar 2 is an inevitable movie which gonna hits with the best theatrical experience. നീ ശ്രദ്ധിക്കണേ, നിനക്ക് അടുത്ത് തരാൻ പോവാണേ. Avatar 2 ഈസ് എൻ ഇന്നോവേറ്റബിൾ മൂവി. അതുവരെ കുഴപ്പമില്ല. വിച്ച്, അത് അവിടെയാണ് പ്രശ്നം. അതൊരു നമ്മൾ കണക്ടർ വന്നു അല്ലേ, റിലേറ്റീവ് പ്രൊണൗൺ വന്നു. വിച്ച് ഗോണ വരുമോ? ഗോണ ഈസ് തന്നെ ഒരു കൺട്രാക്റ്റഡ് ഫോമാണ്. ഗോണ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗോണ മീൻസ് ഗോയിങ് ടു. ഗോണ എന്ന് പറഞ്ഞാൽ ഗോയിങ് ടു. വോണ വോണ്ട് ടു, ഗോണ ഗോയിങ് ടു, വോണ ഗോയിങ് ടു അല്ലേ. ഗോണ ഗോയിങ് ടു എന്നർത്ഥം. വോണ ഡു, ഐ വോണ്ട് ഡു സംതിങ്, ഐ വോണ്ട് ടു ഡു സംതിങ്.
I am gonna go, I got to go, I got to go. ഇതിനൊക്കെ ഓരോ ഷോർട്ട് ഫോംസ് ഉണ്ട്. ഷോർട്ട് ഫോംസിനൊക്കെ അതനുസരിച്ച് ഇതുണ്ട്. സോ ഇവിടെ ഗോണ വേണമെങ്കിൽ എന്ത് കൊടുക്കണം? വിച്ച് ഈസ് ഗോണ, വിച്ച് ഈസ് ഗോണ ഹിറ്റ്, വിച്ച് ഈസ് ഗോയിങ് ടു ഹിറ്റ്. കേട്ടോ, അതിൻ്റെ അർത്ഥം ഗോണേൻ്റെ അർത്ഥം ഗോയിങ് ടു എന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിറ്റ്സ് വരാൻ പാടില്ല. വിച്ച് ഈസ് എന്തായാലും വേണം. വിച്ച് ഈസ് ഗോണ ഹിറ്റ്, ഹിറ്റ്സ് വരരുത്. ഹിറ്റ് വിത്ത് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന ഹിറ്റ് മറ്റേ ഹിറ്റ് അടിപൊളി ഹിറ്റ് ആവുകയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വിച്ച് ഇസ് ഗോണ ബി എ ഹിറ്റ്, വിച്ച് ഇസ് ഗോണ ബി എ ഹിറ്റ് വിത്ത് ദ ബെസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്ന് കൊടുക്കണം. കേട്ടോ ഹരി? KPSC aspirants are long overdue for the publishing final rank list. Yes, that's great, Nitin. That's great. Drinking 8 glasses of water every day is inevitable. Yes, it is. Death is inevitable. Great. അത് തന്നെ ഞാൻ എപ്പോഴും പറയുന്നത്, മരണം അത്യന്താപേക്ഷിതമാണ്. Great. Wearing masks derail the spreading of diseases. Very good. Derail ചെയ്യാൻ നേരെ പോകുന്ന ഒരു സാധനം വഴി തിരിച്ചു വിടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്? എന്തോ ഒരു അപകടം വരുന്നതിന് നമ്മളൊന്ന് വഴി തിരിച്ചു വിടുകയാണ്. വഴി തിരിച്ചു വിടുക അല്ലേ? നമ്മൾ പറയില്ലേ ഡീറെയിൽ. റെയിൽ നേരെ പോകുന്നതിനെ റെയിൽ ചെയ്യുക എന്ന് പറയും. ഡീറെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ പാത തിരിച്ചു വിടുവാണ്. തിരിച്ചു വിടുന്നത് ഇൻ ഓർഡർ ടു അവോയ്ഡ് സംതിങ് അല്ലേ? സോ പ്രിവെൻറ്റ് ചെയ്യുകയോ അവോയ്ഡ് ചെയ്യുകയോ എന്ന് പറയാം. പ്രിവെൻറ്റ് ചെയ്യുക, എന്താണ് പ്രക്ലൂഡ് ചെയ്യുക, ഡിഫ്ലക്റ്റ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അവോയ്ഡിനെ പോസിറ്റീവ് മാനർ. കേട്ടോ, അവോയ്ഡിന് വേറെ അർത്ഥം ഉണ്ടല്ലോ. ഒരു പേഴ്സൺ നമ്മൾ അറിഞ്ഞുകൊണ്ട് അവോയ്ഡ് ചെയ്യുക, ആ കാര്യമില്ലേ? ആ അവോയ്ഡ് അല്ല ഈ അർത്ഥം. ഒരു കാര്യം, ഒരു വരാൻ പോകുന്നൊരു ഡേഞ്ചർ അവോയ്ഡ് ചെയ്യുക അല്ലേ? സോ ഡിറെയിൽ മീൻസ് പ്രിവെൻറ്റ്, പ്രക്ലൂഡ്, ഡിഫ്ലക്റ്റ് ഓർ അവോയ്ഡ്. ഓക്കെ. അടുത്തത് ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാം. ബെഞ്ച് മാർക്ക് മീൻസ് എ സ്റ്റാൻഡേർഡ് ഓർ എ ക്രൈറ്റീരിയൻ. ബെഞ്ച് മാർക്ക് ഇൻട്രസ്റ്റ്, സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് അല്ലേ? ഒരു ക്രൈറ്റീരിയൻ, ഒരു ബേസിക്സ് അല്ലേ? ബേസിക്സ് എന്നൊക്കെ പറയാം. ബേസിക് ഒക്കെ എന്ന് പറയാം. വേർബായിട്ട് പറയുകയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക. അതിന് ഒരു കാര്യത്തിന് നമ്മൾ അതുമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡ് നോക്കുവാണ്, ഒരു കാര്യത്തെ വെച്ച് താരതമ്യം ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അസസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് ബെഞ്ച് മാർക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. വേർബായിട്ടും നൗണായിട്ടും ഉപയോഗിക്കാൻ പറ്റും. അടുത്തത് സാങ്ഷൻ. സാങ്ഷൻ നൗണായിട്ടും വേർബായിട്ട് ഉപയോഗിക്കാം. നമുക്കറിയാം പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും. അതോറിറ്റി എന്ന് നമുക്ക് പറയാം, ഓതറൈസേഷൻ എന്ന് പറയാം അല്ലേ? കൺസെൻറ്റ് എന്നൊക്കെ പറയാം. അതേ ഈ പറയുന്ന നമ്മുടെ സാങ്ഷന് പെനൽറ്റി, പണിഷ്മെൻറ്റ് എന്നൊരു അർത്ഥമുണ്ട് നെഗറ്റീവ് മീനിങ്ങിൽ നൗണിൽ അല്ലേ? അപ്പോൾ വേർബായിട്ട് വരുമ്പോൾ പെർമിറ്റ് ചെയ്യുക, അലൗ ചെയ്യുക, ഓതറൈസ് ചെയ്യുക, പണിഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥം ഉണ്ട്. ഇത് പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ്സ് നത്തിങ് ന്യൂ. എപ്പോഴും വായിക്കുന്ന കാര്യമാണ്. യു നോ ഇറ്റ് ഐ ഗെസ്. ഓക്കെ. യെസ്. Her hard work had derailed her from failure. Great. That's great. There are certain benchmark for every examinations. ഒരു പ്രശ്നമുണ്ട്. certain എന്ന് പറഞ്ഞാൽ കുറച്ച് എന്നാണ് അർത്ഥം. കുറച്ച്. അപ്പോൾ അതിനുശേഷം കൊടുക്കുന്ന നൗണ് പ്ലൂറൽ നൗൺ വേണം. അപ്പോൾ ആദ്യത്തെ എങ്ങനെ കൊടുക്കണം? There are certain benchmarks, standards. കേട്ടോ? There are certain criteria. Criterion ആവുമ്പോൾ criteria. There are certain criteria. There are certain standards. There are certain benchmarks. ഓക്കെ. ഇല്ലെങ്കിൽ ഇത് തെറ്റും. വേർബ് നൗണ് കൊടുത്തേക്കുന്ന ഡിറ്റർമിനർ പ്ലൂറൽ ഡിറ്റർമിനർ ആണ്, പ്ലൂറലിന് വേണ്ടിയിട്ടുള്ള. മെനി, സെവറൽ, സർട്ടൻ, സം ഒക്കെ കഴിഞ്ഞിട്ട് കൊടുത്തേക്കുന്ന നൗണ് കൗണ്ടബിൾ ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്ത് കൊടുക്കും? പ്ലൂറൽ നൗണേ കൊടുക്കാൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് അത് പ്ലൂറൽ നൗൺ കേട്ടോ, അത് മറക്കണ്ട. കേട്ടല്ലോ? അപ്പോൾ ഓർത്തോണം സർട്ടൻ ബെഞ്ച് മാർക്സ്. ഓക്കെ. അപ്പോൾ മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് റോയിൽ. റോയിൽ ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുറേ നാളുകൾക്ക് മുമ്പാണ്. റോയിലിയ മീൻസ് ഡിസ്റ്റർബ് ചെയ്യുക അല്ലെങ്കിൽ അജിറ്റേറ്റ് ചെയ്യുക, അനോയ് ചെയ്യുക. നമ്മളൊരു ഫ്രസ്ട്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അജിറ്റേറ്റ് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, അനോയ് ചെയ്യുക, ബുദ്ധിമുട്ടിക്കുക, ബോദർ ചെയ്യുക. റോയൽ മീൻസ് ഡിസ്റ്റർബ്, അജിറ്റേറ്റ്, അനോയ്, ബോദർ. ഓക്കെ, ഓർത്തോണം. അടുത്തത് ട്രാൻസിറ്ററി. ട്രാൻസിറ്ററി ഇതൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് അഡ്ജക്റ്റീവാണ്. ട്രാൻസിറ്ററി എന്ന് പറഞ്ഞാൽ ട്രാൻസിറ്ററി, ട്രാൻസിയൻറ്റ്, ടെമ്പററി എന്നൊക്കെ അർത്ഥം. ട്രാൻസിറ്ററി മീൻസ് നൈമിഷികമായ, അതായത് നോട്ട് പെർമനൻറ്റ്, കുറച്ച് നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. ഷോർട്ട് ലിവ്ഡ് അല്ലേ? ബ്രീഫാണ്, ഷോർട്ട് ലിവ്ഡ് ആണ് എന്നൊക്കെ പറഞ്ഞാണ് ട്രാൻസിറ്ററി. ടെമ്പററി, ട്രാൻസിയൻറ്റ്, ബ്രീഫ്, ഷോർട്ട് ലിവ്ഡ് എന്നൊക്കെ പറയില്ലേ? നോട്ട് പെർമനൻറ്റ്, അതാണ് ട്രാൻസിറ്ററി. ഓക്കെ. ട്രാൻസിറ്ററിയുടെ ഓപ്പോസിറ്റ് എന്താണ്? പെർമനൻറ്റ്. ഓർത്തോണേ. അടുത്തത് ഡിലീറ്റീരിയസ്. ഡിലീറ്റീരിയസ്, ഡിലീറ്റ് ചെയ്യുക, നമ്മളൊരു കാര്യത്തിനെ കട്ട് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. വേർബായിട്ട് ഉപയോഗിക്കും ഡിലീറ്റ് അല്ലേ? ഡിലീറ്റീരിയസ് ഇസ് എൻ അഡ്ജക്റ്റീവ്. ഡിലീറ്റീരിയസ് എന്ന് പറഞ്ഞാൽ ഹാംഫുൾ. നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന, എലിമിനേറ്റ് കളയുന്നത് ഉപദ്രവകാരിയായ കുറച്ച് കാര്യങ്ങളെ ആയിരിക്കും. സോ ഡിലീറ്റീരിയസ് മീൻസ് അഡ്ജക്റ്റീവാണ്, അതിൻ്റെ അർത്ഥം ഹാംഫുൾ ആയിട്ടുള്ള, ഡാമേജിങ് ആയ, നാശം വരുത്തുന്ന, ഓർ ഡെട്രിമെൻ്റൽ. ഓർത്തോണേ. ഡിലീറ്റീരിയസ് മീൻസ് ഹാംഫുൾ,
ഡാമേജിങ്, ഡെട്രിമെൻ്റൽ. അതാണ് നമ്മുടെ ഡിലീറ്റീരിയസ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മളെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന, നമുക്ക് ഹാംഫുൾ ആവുന്ന, ഡാമേജിങ് ആക്കുന്ന, ഡിട്രിമെൻ്റൽ ആകുന്ന, നമ്മളെ നശിപ്പിച്ച് കളയുന്ന, എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ യു സേ ദാറ്റ് ഇസ് ഡിലീറ്റീരിയസ് എന്ന് പറയാം. ഓക്കെ, ഓർത്തോണം. അടുത്ത് നോക്കിയേ, അഡ്വേഴ്സ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ്. ഓർത്തോണം, അഡ്വേഴ്സ് വരുമ്പോൾ കൺഫ്യൂസിങ് വേർബ്സിൽ പെടുന്നതാണ് അവേഴ്സ്, അഡ്വേഴ്സറി ഒക്കെ. അഡ്വേഴ്സറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പണൻ്റ് എന്നാണ് അർത്ഥം. അവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ലൈക്ക് ആണ്. അഡ്വേഴ്സ് ഇസ് ഡിസ്ലൈക്ക് വേർബ് അല്ലേ. എന്നാൽ ഹെയ്റ്റ് ചെയ്യാന്നൊക്കെ അർത്ഥം. അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫേവറബിൾ. അല്ലേ, അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. ന്യൂസ് പേപ്പറിലും ന്യൂസിലൂടെയും പോഡ്കാസ്റ്റുകളിലൂടെയൊക്കെ കേൾക്കുന്നുണ്ട്. അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് അഫക്റ്റഡ് ദി കേരള, സബർബ്സ് ഓഫ് കേരള, അല്ലെങ്കിൽ അഡ്വേഴ്സ് ക്ലൈമറ്റിക് കണ്ടീഷൻസ് അഫക്റ്റഡ് ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് കേരള എന്ന് കേട്ട് പറഞ്ഞിട്ടുണ്ടോ. ദിസ് ഇസ് അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ, ഡിസഡ്വാൻറ്റേജസ്, ബാഡ്. അതാണ് അഡ്വേഴ്സ് എന്നുള്ളത്, ഓർത്തോണം കേട്ടോ. ഓക്കെ, അടുത്തത് പോസിറ്റ്. പോസിറ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റുലേറ്റ്, പുട്ട് ഫോർവേഡ്, മുന്നോട്ട് വെക്കുക, പോസിറ്റ്. ഓക്കെ, പ്രൊപ്പൗണ്ട്, ഒരു കാര്യത്തിന് നമ്മൾ പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുന്നോട്ട് വെക്കുകയാണ്, പോസ്റ്റുലേറ്റ് ചെയ്യുകയാണ് കാര്യത്തെ. ഒരു കാര്യം യു പുട്ട് സംതിങ് ഫോർ ഡിസ്കഷൻ, മുന്നോട്ട് വെക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പോസിറ്റ് ചെയ്യുക, പോസ്റ്റുലേറ്റ് ചെയ്യുക, പുട്ട് ഫോർവേഡ് ചെയ്യുക, പ്രൊപ്പൗണ്ട് ചെയ്യുക, ദാറ്റ് ഈസ് പോസിറ്റ്. ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ആദ്യത്തെ വാക്കൊന്നുമല്ല പോസിറ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, മറക്കണ്ട. ഒരു സെക്കൻഡ്, നിങ്ങളുടെ സെൻറ്റൻസ് നോക്കട്ടെ. ഓക്കെ, സെൻറ്റൻസിലോട്ട് വരാം. ഹർത്താൽ ഓൾവേസ് റോയിൽസ് എവ്രി വൺ. ഓക്കെ, ഡിസ്റ്റർബ്സ് എവ്രി വൺ. ഗ്രേറ്റ്. ഐ ഓൾവേസ് ലൈക്ക് ടു roil my friends, disturb my friends. Okay, great. Alcohol addiction is deleterious to life. Yes, it is. Due to his hate speech, he was derailed from inaugurating the function. All right, he's prevented. അല്ലേ, റോയിലിന് മിക്സിങ് എന്ന മീനിങ് ഉണ്ടോ? റോയിലിന് മിക്സിങ് എന്നൊരു മീനിങ് ഉണ്ട്. കാരണം നമ്മൾ പറയില്ലേ, റോയിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇങ്ങനെ മിക്സ് ചെയ്യാന്നൊരു അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതാണ്. മിക്സ് ചെയ്യാന്നൊരു അർത്ഥവും ഇതിനുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല റോയില്. ബട്ട് എന്താ പറയുക, മിക്സ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നോട്ട് ലിറ്ററൽ മിക്സിങ് കേട്ടോ. നമ്മളൊരു കാര്യത്തിന് ബ്ലെൻഡ് ചെയ്യുക, മിക്സ് ചെയ്യുന്നുള്ള ആ ലിറ്ററൽ മീനിങ്ങിലല്ല പറയുക. എന്താ പറയുക, ഒരു കാര്യത്തിൻ്റെ കൂടെ കൂട്ടിക്കുഴയ്ക്കുക പറയില്ല നമ്മൾ. ഇനി നെഗറ്റീവ് സെൻസ്, റോയിൽ ഈസ് എ നെഗറ്റീവ് വേർഡാണ്. അപ്പോൾ റോയിലി എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മീനിങ് ഓർത്തണം. റോയിൽ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് ഇച്ചിരി വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യത്തോടു കൂടി നമ്മളൊരു കാര്യം കൂട്ടിച്ചേർക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, സംതിങ് പിന്നെ അതാണ്. ഓക്കെ, അതായത് ഞാൻ പറയാം, അപ്പം നമ്മളൊരു വെള്ളം, വെറുതെ ഒരു വെള്ളം ഒഴിക്കുകയാണ്, ഒരു ഗ്ലാസ് വെള്ളം. ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് എന്തെങ്കിലും സാധനം, എന്താ പറയുക, ഒരു കുറച്ച് മഡ് ഇട്ടോ, ചെളി അല്ലെങ്കിൽ സാൻഡ് ഇട്ടോ, എന്നിട്ട് നമ്മൾ ഇളക്കാണ്. യു ആർ മിക്സിങ് എ ലിക്വിഡ് വിത്ത് മഡോ എന്തെങ്കിലും, കുളമാക്കുക എന്ന് പറയില്ലേ. അതിനെ സെൻറ്റിമെൻറ്റ്സിനെ നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഉള്ളിലെ സെഡിമെൻറ്റ്സ് അല്ലേ, അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുക കംപ്ലീറ്റ്ലി, ഇളക്കി കുളമാക്കി. അതിനെയാണ് നമ്മൾ പറയാം ഈ പറയുന്ന റോയിൽ എന്നുള്ളത്. ലിറ്ററൽ മീനിങ് അതാ, കുളമാക്കുക. അപ്പം ഡിസ്റ്റർബ് ചെയ്യുക മീൻസ് അർത്ഥം മനസ്സിലായല്ലോ. അപ്പം മിക്സ് എന്നല്ല, കാര്യം മനസ്സിലായോ? നമ്മളത് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഒക്കെ പറയുമ്പോൾ പറയാറുണ്ട്. ഓക്കെ, അടുത്തത് derailing enormous developments in Munnar, delete environmental damages. Derailing, preventing enormous developments. Okay, developments in Munnar, delete. Okay, environmental challenges. Delete ചെയ്യും, eliminate ചെയ്യും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡിലീറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ വേർബ് അല്ല, സബ്ജക്റ്റ് എന്താ ഹരി? ഇവിടെ സബ്ജക്റ്റ് എന്താടാ ആലോചിക്കേ? ഡീറെയിലിംഗ് ആണ് സബ്ജക്റ്റ്. ഡീറെയിലിംഗ് ഇസ് എ ജെറണ്ട്. ജെറണ്ട് സബ്ജക്റ്റ് വന്നാൽ മറക്കരുത്, ഇത് ഒരിക്കലും മറക്കരുത്. ഒരു സെൻറ്റൻസിൽ നമ്മളിപ്പം ഇത്രയും കാലങ്ങളായിട്ട് നമ്മൾ എഡിറ്റോറിയൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സിംഗുലർ സബ്ജക്റ്റ് വന്നാൽ സിംഗുലർ വേർബ് വേണം അല്ലേ. പ്ലൂറൽ വേർബുകളെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാറുണ്ട്. ജെറണ്ട് ഇസ് എ നൗൺ അല്ലേ, വേർബൽ നൗൺ ആണ്. നൗൺ സബ്ജക്റ്റ് ആയിട്ട് വന്നാൽ ആ നൗണ് സബ്ജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ, സിംഗുലർ ആണെങ്കിലോ ജെറണ്ട് സിംഗുലർ അല്ലേ, ഒരു ചെയ്യുന്നൊരു പ്രവൃത്തിയെ പറ്റിയാണ് പറയുന്നത്. ചെയ്യുക അല്ലെ, ഡിറെയിലിംഗ്, ഗോയിങ് എന്നൊക്കെ പറയും. ഗോയിങ് ദർ ഡസ് നോട്ട് ഹെൽപ്പ് യു. ഗോയിങ് ദർ
going there does not help you. അവിടെ പോകുന്നത് നിന്നെ ഹെൽപ്പ് ചെയ്യാറില്ല. അവിടെ ഞാൻ ഡസ് നോട്ട് എന്നാണ് പറയുന്നത്. did not help you എന്നല്ല, does not help you എന്നാണ് പറഞ്ഞത്. സോ അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയണം? derailing enormous developments in മൂന്നാണ് deletes environmental damages. Unhygienic foods are deleterious to health. Yes, it is. The idea posited by her roiled everyone, disturbed or annoyed. Great. The match was put off due to adverse climatic condition. Great. Delayed അല്ലേ? Postponed. Yes. Put off ഗ്യാപ്പ് ഇടണം. ഇതിൽ അത് മറക്കണ്ട. ഓക്കെ, ഗ്യാപ്പ് വേണം. കാരണം ഫ്രേസൽ വേർബിന് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇത് ഫ്രേസൽ വേർബിന് ഗ്യാപ്പ് മസ്റ്റ്. ഓക്കെ, മസ്റ്റാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, യെസ്. ലൈവിലുള്ളവരെല്ലാവരും ഒന്ന് ഉഷാറായിക്കേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ പിള്ളേരെ. പകുതി പേര് പോലും ലൈക്ക് ഇട്ടുന്നില്ലേ? സോ സാഡ് എന്ന് ഞാനിങ്ങനെ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ വെയിറ്റിംഗ്? വാട്ട് ആർ യു വെയിറ്റിംഗ് ഫോർ പീപ്പിൾ? ജസ്റ്റ് ഗിവ് മീ ലൈക്സ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇട്. ഓൾ റൈറ്റ്, യെസ്. Don't roil this matter with that one. Great. All right. Disturb, agitate, bother. Great. COVID-19 is a deleterious virus. Harmful virus. Yes. Worst things are transitory, so never roil about it. Never roil about. Roil is a transitive verb ആണ്. Roil about it പറയാം. Never be roiled about it. അങ്ങനെ പറഞ്ഞു. Never be roiled about it. Never be disturbed. Never be bothered. അങ്ങനെ കൊടുക്കാം കേട്ടോ. പാർവതി, ഒരു ചെറിയ വ്യത്യാസം. അതൊരു ട്രാൻസിറ്റീവ് verb ആണ്. റോയിൽ അബൌട്ട് ഇറ്റ് പറയില്ല, റോയിൽ ഇറ്റ് എന്ന് പറയാം. ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് പറയുന്നത്. സോ വേഴ്സ് തിങ്സ് ആർ ട്രാൻസിറ്ററി, സോ നെവർ ബി റോയിൽഡ് അബൌട്ട് ഇറ്റ് കൊടുത്തു. എവറി സിറ്റുവേഷൻ ഇസ് ഇൻ ലൈഫ് ഇസ് ട്രാൻസിറ്ററി. അതെ, പെട്ടെന്ന് വരും അല്ലേ? പെട്ടെന്നാണ് എല്ലാം, ചുമ്മാ വരുന്നു. ഷോർട്ട് ലിവ്ഡ്. ആസ് എൻ അജണ്ട. ഗുരുദാസേ, അജണ്ട, അജണ്ടം, ക്രൈറ്റീരിയ, ക്രൈറ്റീരിയൻ. ആസ് ആൻ അജണ്ട വരുമ്പോൾ ഒരു തെറ്റുണ്ട്. ആൻ എന്നത് നമ്മൾ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കുക? എ ഓർ ആൻ ഉപയോഗിക്കുന്നത് സിംഗുലറായ കൗണ്ടബിളായ നൗണിൻ്റെ കൂടെ. ഇവിടെയാണ് നമ്മുടെ വരുത്തന്മാർ നമ്മളെ ചതിക്കുന്നത്. വരുത്തന്മാരിൽ പെടുന്നതാണ് ഈ അജണ്ടം. സിംഗുലർ അജണ്ടം, അജണ്ട പ്ലൂറൽ. അപ്പോൾ ആൻ അജണ്ട എന്ന് പറയുമോ? തെറ്റിപ്പോയില്ലേ? കാരണം ആൻ അജണ്ടം പറഞ്ഞാൽ കറക്റ്റാ. നേരത്തെ പറഞ്ഞ ക്രൈറ്റീരിയൻ കണ്ടില്ലേ? ക്രൈറ്റീരിയൻ ഇതുപോലെയാ. ക്രൈറ്റീരിയ ആണ് പ്ലൂറൽ. ക്രൈസിസ്, ക്രൈസസ് ഇതൊക്കെ വരത്തമാരാ, ലാറ്റിൻ നൗൺസ് ആണ്. ഇവിടെ പ്ലൂറൽ വ്യത്യാസം എങ്ങനെയാണ്? സോ ആൻ അജണ്ട അല്ല ഗുരുദാസേ, ആൻ ആസ് എൻ അജണ്ടം. As an agendum, MPC meeting could have done next month, but MPC meeting was done to derail the inflation. Great. Eating fast food causes adverse effect on heart patients. Yes, great. It's an adverse decision. It is ഈ ഇറ്റ്സ് ഇത് തെറ്റാട്ടോ. വിനു ശ്രദ്ധിക്കണേ, രണ്ട് ഇറ്റ്സ് ഉണ്ട് നമുക്ക്. ഒരു ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇറ്റ്സ് ഇതാ, ഈ ഇറ്റ്സ്. ഇപ്പം വിനു എഴുതിയ ഇറ്റ്സ് ഇതെന്താണെന്നറിയോ? ഇത് പോസസീവ് അഡ്ജക്റ്റീവാണ്, അതിൻ്റെ എന്നാണ് അർത്ഥം. പക്ഷെ വിനു എഴുതിയത് ഇതാണ്, പക്ഷെ വിനു ഉദ്ദേശിച്ച ഇറ്റ്സ് ഏതെന്നറിയോ? ഈ ഇറ്റ്സാ, അപ്പസ്ട്രോഫി ഇട്ട ഇറ്റ്സ്. അതിന് എന്തൊക്കെ അർത്ഥമുണ്ട്? അതിന് 3 അർത്ഥമുണ്ട് അല്ലേ? ഇതിന് 3 രീതി നമുക്കതിനെ പറയാം. ഇറ്റ് ഈസ്, ഇറ്റ് വാസ്, ഇറ്റ് ഹാസ് അല്ലേ? അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നതല്ലേ? ഇറ്റ് ഈസ് an adverse decision. It is an adverse decision taken by government in the Kerala project. ആണേ, അത് നോർത്തോണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. അപ്പസ്ട്രോഫി ഇല്ലെങ്കിൽ പണി പാളും, മീനിങ്ങേ മാറും, മൊത്തത്തിൽ തെറ്റും. അതുകൊണ്ടാണ് ഹീറ്റ് വേവ്സ് ഇൻ ഇന്ത്യ ഹാവ് റോയിൽഡ് എവ്രി വൺ, ഡിസ്റ്റർബ്ഡ്. ഗ്രേറ്റ്. എനിക്കൊരു ഡൗട്ട്. ഹരി സെൻറ്റൻസ് ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ എന്താ? ഹരി സെൻറ്റൻസ് ഡെവലപ്മെൻറ്റ്സോ? മനസ്സിലായില്ല. ഹരിയുടെ സെൻറ്റൻസ് ഡെവലപ്മെൻറ്റ്സോ? സെൻറ്റൻസിലെ ഡെവലപ്മെൻറ്റ്സോ? അതേതായിരുന്നു ഹരിയുടെ സെൻറ്റൻസ്? ഞാനിപ്പോൾ ഹരി വഴക്ക് പറഞ്ഞ സെൻറ്റൻസാ? ആ സെൻറ്റൻസ് ഒന്ന് എനിക്ക് എഴുതാവോ? ഞാൻ വിട്ടുപോയോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഹരി വഴക്ക് പറഞ്ഞാണോ? ഡെവലപ്മെൻറ്റ്സ്, ഓക്കെ. ഡിറെയിലിംഗ് എനോമസ് ഡെവലപ്മെൻറ്റ്സ്. പാർവതി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഡിറെയിലിംഗ് ആണ് ജെറണ്ട് അവിടുത്തെ സബ്ജക്റ്റ്. പക്ഷേ ഡിറെയിലിംഗിന് ഒരു പ്രത്യേകത ഉണ്ട്. ഡിറെയിലിംഗ് ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ ട്രാൻസിറ്റീവ് വേർബിന് എന്ത് കൊടുക്കണം? ഒരു ഒബ്ജക്റ്റ് വേണം. ഇപ്പോൾ ഗോയിങ് ദെയർ ആകുമ്പോൾ ഗോയിങ് എന്ന് പറയുന്നതിന് ഒബ്ജക്റ്റ് വേണ്ട അല്ലേ? പക്ഷെ കോളിംഗ്, ഞാനൊരു 2 സെൻറ്റൻസ് പറഞ്ഞുതരാം. വ്യത്യാസം പാർവതിക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് 2 സെൻറ്റൻസ് പെട്ടെന്ന് പറയാം. ജസ്റ്റ് ലുക്ക് അറ്റ് ദ സെൻറ്റൻസ്. ഓക്കെ, ഗോയിങ് ദെയർ ഡസ് നോട്ട് ഹെൽപ്പ് യു. ഓക്കെ, വ്യത്യാസത്രേ ഉള്ളൂ. അവിടെ പോകുന്നതുകൊണ്ട് നിനക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ഇതിൻ്റെ മീനിങ്. അതേപോലെ കോളിംഗ് ഹിം ഡസ് നോട്ട് ഹെൽപ്പ് യു.
ഓക്കെ, ഈ ഗോയിങ് ദെയറിന് പകരം അത് കുറച്ച് മനസ്സിലാക്കാൻ ഇതിന് പകരം ഞാൻ വേണമെങ്കിൽ ഒരു സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞു. ഗോയിങ് ദെയർക്ക് വരുമ്പോൾ ചിലപ്പോൾ കോംപ്ലിക്കേറ്റ് ആവും. വെയിറ്റിംഗ് ഡസൻ ഹെൽപ്പ് യു. വെയിറ്റ് എന്ന വേർബ് ട്രാൻസിറ്റീവ് വേർബ് അല്ല, അതിന് ഒബ്ജക്റ്റ് വേണ്ട. അതുകൊണ്ട് വെയിറ്റിംഗ് എന്ന് മതി, ഒബ്ജക്റ്റ് വേണ്ട. പക്ഷേ നമ്മൾ ജെറണ്ടായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതൊരു വേർബല്ലേ, വേർബ് ആകുമ്പോൾ അതിൻ്റെ റൂളുകൾ പാലിക്കണം. ING ഫോമിലോട്ട് വരുമ്പോൾ വേർബിനെ നമ്മൾ നൗണാക്കി മാറ്റി. പക്ഷേ ട്രാൻസിറ്റീവായ വേർബ് ആണെങ്കിൽ അതിന് ഒബ്ജക്റ്റ് എന്തായാലും മസ്റ്റാണ് കേട്ടോ. അപ്പോൾ കോൾ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് വേർബാ, അപ്പോൾ അതിന് ഒബ്ജക്റ്റ് വേണമല്ലോ കോളിങ്. അപ്പോൾ ഡീറെയിൽ ട്രാൻസിറ്റീവ് വേർബാ, അപ്പോൾ ഡീറെയിലിൻ്റെ ഒബ്ജക്റ്റ് വേണ്ടേ? ഡീറെയിലിംഗ് ഡെവലപ്മെന്റ്സ്, വികസനങ്ങൾ, പ്രിവെന്റിങ് വികസനങ്ങൾ, ഡീറെയിലിംഗ് കോൺസിക്വൻസ്, ഡീറെയിലിംഗ് പ്രോബ്ലംസ്, സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ ഈ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്ന ഒരു വേർബാണ്, ജെറണ്ട് ആയതുകൊണ്ട് അതിൻ്റെ ഒബ്ജക്റ്റ്. വെയിറ്റിംഗ് ഡസൻ ഹെൽപ്പ് യു, കോളിംഗ് ഹിം ഡസൻ ഹെൽപ്പ് യു, രണ്ടും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. പാർവതി, ഓക്കെ? യാ. Netizens always post their ideas through social media. Yes, they do. Coach postulates deals with pathogenicity. Yes. അടുത്തോട്ട് പോവാം. പോയ്സ്. പോസിറ്റ് ഇപ്പോൾ കണ്ടു, അടുത്താണ് പോയ്സ് കേട്ടോ. പോയ്സ് ഇസ് അനദർ വൺ. അതൊരു വേർഡ്, നൗണും ആണ് വേർബും ആണ്. പോയ്സ് മീൻസ് ബാലൻസ്, ഇക്വിലിബ്രിയം കേട്ടോ. ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ബാലൻസ്, അതാണ് പോയ്സ് എന്ന നൗണിൻ്റെ അർത്ഥം. പോയ്സ് എന്ന വേർബ് ഉണ്ട്, അതായത് ബി സസ്പെൻഡഡ്, കുറേ നേരമായിട്ട് സസ്പെൻഡ് ചെയ്ത് നിൽക്കുവാണ്, അത് അങ്ങ് ത്രൂ ഔട്ടായിട്ട് അങ്ങനെ നിലകൊണ്ട് പോകും. ബി സ്റ്റഡി, ബി സസ്പെൻഡഡ് എന്ന് കേട്ടില്ലേ? അതിൻ്റെ അർത്ഥം എന്നാ? സ്റ്റഡി ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുഴപ്പം ബാലൻസ് കീപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക, അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ബി സ്റ്റഡി, ബി സസ്പെൻഡഡ്, ബി ഇൻ കൺട്രോളിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ദാറ്റ് ഇസ് കൺട്രോൾ ചെയ്യുകയാണ്, ദാറ്റ് ഇസ് പോയ്സ്. വേർബായിട്ട് പറയും, നൗണായിട്ട് പറയും. പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അടുത്ത് വൊളറ്റിലിറ്റി. വൊളറ്റൈൽ എന്ന് കേട്ടുണ്ടായിരിക്കുമല്ലോ. ആർബിട്രറി, ഇൻകോൺസ്റ്റന്റ്, ഇറഗുലർ എന്നൊക്കെ അറിയില്ലേ? അപ്പോൾ വൊളറ്റൈൽ എന്ന അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോർമുലേഷനാണ് വൊളറ്റിലിറ്റി. വൊളറ്റൈൽ എന്നതിൻ്റെ ഓക്കെ, ഇതാ TY ഓർക്കണേ, ITY ഈ കട്ട് ചെയ്തിട്ട് ITY ആയി, വൊളറ്റിലിറ്റി. നൗൺ. ആർബിട്രറിനെസ് അല്ലെങ്കിൽ ഇൻകോൺസ്റ്റൻസി, ഇറഗുലാരിറ്റി, അതായത് ഒരു ചാഞ്ചാട്ടം നമ്മൾ പറയില്ലേ, അതിനെയാണ് വൊളറ്റിലിറ്റി എന്ന് പറയാം. അടുത്ത് ക്വിയർ. കേട്ടോണ്ടാകും. ക്വിയർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവായിട്ടും പറയും, വേർബായിട്ടും പറയും. ക്വിയർ കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടുണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ ക്വിയർ കമ്മ്യൂണിറ്റി നൗണായിട്ടൊക്കെ പറയുന്നത് കേൾക്കാം. ക്വിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണ്, എല്ലാ ഇതിലും പെടുന്ന ലെസ്ബിയൻസ്, ഗേ, എല്ലാവരും, അങ്ങനെയുള്ള എല്ലാ ഇതിലും പെടുന്ന ആൾക്കാരെ, നമ്മൾ തേർഡ് ജെൻഡറിലും എല്ലാവരിലും പെടുന്ന ആൾക്കാരെ നമ്മൾ പെടുന്ന യൂസേജാണ് ക്വിയർ എന്ന് പറയാറുണ്ട്. ക്വിയർ കമ്മ്യൂണിറ്റി അറിയിക്കും ക്വിയർ. പക്ഷേ ക്വിയർ എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥമുണ്ട്. ഞാൻ പറയല്ലേ, ഗേ എന്ന വാക്കിന് വേറൊരു അർത്ഥമുണ്ട്, ഹാപ്പി എന്നൊരു അർത്ഥമുണ്ട്. നമ്മൾ പറയുന്ന ഗേ, GAY, ഗേ എന്ന് പറയുന്നതിന് ഹാപ്പി എന്നൊരു അർത്ഥമുണ്ട്. സോ ക്വിയർ എന്ന് പറയുന്നതിന് വേറെ അർത്ഥമുണ്ട്. ക്വിയർ മീൻസ് ഓഡ്, സ്ട്രേഞ്ച്, അൺയൂഷ്വൽ. ഓഡായിട്ടുള്ള, സ്ട്രേഞ്ച് ആയിട്ടുള്ള, അൺയൂഷ്വൽ ആയിട്ടുള്ള എന്നൊരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. ക്വിയർ ചെയ്യുക എന്ന് പറയുന്ന വേർബും ഉണ്ട്. ക്വിയർ മീൻസ് സ്പോയിൽ ചെയ്യുക, ഡാമേജ് ചെയ്യുക, ഇമ്പയർ ചെയ്യുക. ഓർമ്മയുണ്ടല്ലോ ഇമ്പയർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ്. ഒരു കാര്യം നശിപ്പിക്കുക, അത് ഇമ്പയർ. ഒരു കാര്യം വൃത്തിയാക്കി റിപ്പയർ ചെയ്തെടുക്കുക, റെനോവേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് റിപ്പയർ. ഇമ്പയർ ആൻഡ് റിപ്പയർ ഓപ്പോസിറ്റ്സ് ആണ്, ആൻറ്റണിംസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ക്യൂർ എന്ന് പറയുന്ന വാക്ക്, ക്വിയർ എന്ന വാക്കിൻ്റെ അർത്ഥം ഓഡ്, സ്ട്രേഞ്ച് എന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ, ആൻഡ് സ്പോയിൽ, ഡാമേജ്, ഇമ്പയർ എന്ന് പറയുന്ന വേർബ് ഫോർമുലേഷൻ. ഓർത്തോണം. അടുത്തത് ലേർക്ക് എന്ന വേർബാണ്. ലേർക്ക് മീൻസ് സ്കൾക്ക്, ലോയിറ്റർ, ഹൈഡ്, സ്നീക്ക്. ലേർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാമ്പിൾ ഇതാണ് പറയുന്നത്. COVID-19 എന്ന പാൻഡമിക് ഇസ് ലേർക്കിങ് ഗ്ലോബലി എന്ന് വെച്ചാൽ പയ്യെ അങ്ങോട്ട് ലോയിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇവിടെ തങ്ങി നിൽക്കുക, വെയിറ്റ് ചെയ്ത് നിൽക്കുക, അവസരം വരട്ടെ അപ്പം എടുത്ത് ചാടി അറ്റാക്ക് ചെയ്യുക. ഇപ്പോൾ തൽക്കാലത്തേക്ക് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവസരം കാത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക, ദാറ്റ് ഈസ് ലേർക്കിംഗ്. നമ്മൾ യു ആർ ഹൈഡിങ് സംവെയർ ഫോർ യുവർ ചാൻസ് ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ ചാൻസ്. യു ആർ ഹൈഡിങ് സംവെയർ ആൻഡ് വെയിറ്റിംഗ് ഫോർ യുവർ ചാൻസ്. അതിന് പറയും സ്കൾക്ക്, ലോയിറ്റർ, ഹൈഡ്, സ്നീക്ക്. അപ്പോൾ ഈ പതുക്കെ അവിടെ ഇവിടെ കൂടെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക, ആരും അറിയാതെ ഇങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. COVID-19 അതാണ് ഇന്നത്തെ സെൻറ്റൻസ്, അതുകൊണ്ടാണ് ലേർക്കിംഗ് ഞാൻ എടുത്തു പറഞ്ഞത്. സോ ലേർക്ക് എന്ന വേർബിൻ്റെ അർത്ഥം ഇതാണ്. അടുത്തത് ഓനസ്. കേട്ടിട്ടുണ്ട്, പരിചയമുണ്ട് എന്നും. കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മൾ നോക്കി. ഓനസ് മീൻസ് റെസ്പോൺസിബിലിറ്റി, ലയബിലിറ്റി, ബേർഡൻ. ഇതാണ് ഓനസ്. ഓക്കെ, ഓർത്തോണേ, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. ഇതൊന്നും തെറ്റിപ്പോകാൻ പാടില്ല അല്ലേ, നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സോ സുപ്രീം കോർട്ട് പോസിറ്റ്സ് പ്രസിഡന്റ് സെൻറ്റൻസസ് ഇൻ പബ്ലിക് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂസ്. ഓക്കെ, ഓൾ റൈറ്റ്.
In which language you are teaching? I'm teaching in Malayalam. It is our language of Kerala. It's a mother tongue of Kerala, okay? I think you are from North India. Yes. She has post learning habit. She has a post learning habit. That's great. Balanced. Paraya. Great. Great. Yes. Square incidents may cure ourselves. Okay. Ourself തെറ്റാ. ഇറ്റ്സ് നോട്ട് അവർ സെൽഫ്. ആർ എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ അല്ലേ. അവർ സെൽഫ് തെറ്റാ ഹരി. അവർ സെൽസ്. കേട്ടോ. യോർ സെൽഫ് പറയാം. കാരണം ഒരാൾ നീ എന്ന് പറയാലോ. യോർ സെൽഫ്. ലുക്ക് ആഫ്റ്റർ യോർ സെൽഫ്. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ നോക്കുക. ലുക്ക് ആഫ്റ്റർ യോർ സെൽഫ്സ് എന്നും പറയാം. ബട്ട് അവർ സെൽഫ് എന്ന് പറയില്ല. ദം സെൽഫ് എന്ന് പറയില്ല. തെറ്റായി പ്ലൂറലിൻ്റെ കൂടെ എപ്പോഴും പ്ലൂറൽ ആയിട്ടുള്ള റിഫ്ലെക്സീവ് പ്രൊനൗൺ ആണ് നീ ഉദ്ദേശിക്കുന്നത്. റിഫ്ലെക്സീവ് പ്രൊനൗൺ റൈറ്റ് ആണ്. ബട്ട് യൂസ് ഇൻ എന്താണ് ക്രിട്ടിക്കൽ വേ. ഓർക്കണം. ആർ സെൽഫ് എന്ന് പറയുന്നത് തെറ്റാ. കാരണം ആർ സെൽഫ്, അവർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ന അർത്ഥം. അപ്പോൾ സിംഗുലർ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. അതുപോലെയാണ് ദം സെൽഫ്. തെറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ദം സെൽഫ് തെറ്റാണ്. ആർ സെൽഫ് തെറ്റാണ്. ബാക്കിയെല്ലാം ഇറ്റ് സെൽഫ്, മൈ സെൽഫ്, ഹിസ് സെൽഫ്, ഹിം സെൽഫ്, ഹെർ സെൽഫ് ഒക്കെ കറക്റ്റാ. പക്ഷേ ഇത് തെറ്റാ. സെൽഫ് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ്സ് പ്ലൂറൽ അല്ലേ. പ്ലൂറൽ ആകുമ്പോൾ അതിൻ്റെ സെൽഫ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് കൊടുക്കണം? സെൽഫ്സ് കൊടുക്കണം. അപ്പം VES സെൽഫ്സ്. Themselves. Okay. Yes. Students are volatile in attending online classes. Yes. Inconsistent. അല്ലേ? ആണ്. They are volatile. Arbitrary. Irregular ആണ്. Yes. They are. അല്ലേ? ഇവിടെ മാത്രമേ ഉള്ളത്. നമ്മുടെ കേരളത്തിലെ പിള്ളേരാണ് വളരെ റെഗുലറായിട്ട് പഠിത്തമൊക്കെ നടത്തുന്നവർ. ബാക്കി പുറത്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന, നിങ്ങളൊരു ബാങ്കിങ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു SSC അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സുകളിൽ റെഗുലറായിട്ട് പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. ആൻഡ് നോട്ട്സ് എഴുതിയെടുക്കുന്ന കുട്ടികളാണ്. PDF ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന കുട്ടികളാണ്. ബട്ട് മലയാളികൾ എന്ത് ചെയ്യും? ഇന്ന് വേണ്ട, ഇന്ന് എനിക്ക് മടിയാണ്, ഞാൻ ഇച്ചിരി എഴുതാൻ കിടന്ന് ഉറങ്ങിയേക്കാം. ഇൻകോൺസിസ്റ്റൻ്റാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്ന നല്ല കഷ്ടപ്പെടുന്ന കുട്ടികളോടാണ്, ഒരു കമ്മ്യൂണിറ്റിയോടാണെന്നുള്ള കാര്യം എപ്പോഴും ഒന്ന് മനസ്സിലോർക്കുന്നില്ല. ദാറ്റ്സ് വൈ ഐ ടോൾഡ് യു പുഷ് ഹാർഡർ ദൻ യെസ്റ്റർഡേ ആൻഡ് യു ഹാവ് ടു ലുക്ക് ഫോർ എ ബെറ്റർ ടുമോറോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റ് ഫൈനൽ സെറ്റാണ് സ്ക്വയർലി. സ്ക്വയർ എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. കംപ്ലീറ്റ്. ഇറ്റ്സ് സ്ക്വയർ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലേ സ്ക്വയർ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പോൾ നമ്മുടെ സ്ക്വയർലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അഡ്വേർബ്. LY ഇട്ട് കൊടുത്തു. അഡ്വേർബാണ്. ടോട്ടലി, ഹോളി, എൻറ്റയർലി, അറ്റേർലി എന്നാണ് സ്ക്വയർലി. സ്ക്വയർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് എന്ന അഡ്ജക്റ്റീവ് ആണ്. സോ സ്ക്വയർലി മീൻസ് കംപ്ലീറ്റ്ലി. ഓർക്കുക. ഓക്കെ. യാ. റീഇറ്ററേറ്റ് കേട്ട് പരിചയമുള്ള വാക്കായിരിക്കുമല്ലോ. റീഇറ്ററേറ്റ് മീൻസ് റീസ്റ്റേറ്റ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, റീക്യാപിച്ചുലേറ്റ് ചെയ്യുക. സോ റീഇറ്ററേറ്റ്, റിപ്പീറ്റ് ചെയ്യുക, വീണ്ടും ആവർത്തിക്കുക. ദാറ്റ് ഈസ് റീഇറ്ററേറ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും എടുത്ത് പറയുക ഒരു കാര്യം. റിപ്പീറ്റ് ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക, അതിനെയാണ് റീഇറ്ററേറ്റ് ചെയ്യുക എന്ന് പറയാം. ഓക്കെ. ദർ ഇസ് എ ഹ്യൂജ് ഓണേഴ്സ് ടു ബോയ്സ് ആൻഡ് കരിയർ ആൻഡ് ഫാമിലി. ഓക്കെ. ബാലൻസ് അല്ലേ? ഓക്കെ. ഓക്കെ. ബി സ്റ്റഡി, സസ്പെൻഡ് ചെയ്യുക. ഓക്കെ. ഹെർ ഫ്രണ്ട്സ് treats her as honest, okay, as burden. All right, great. Her volatility nature, volatility nature അല്ല, volatility noun, നേച്ചറും noun, അങ്ങനെ ഉപയോഗിക്കരുത്. അതിന് പകരം ആദ്യത്തെ ഇങ്ങനെ ഉപയോഗിക്കുക. ഹെർ volatile nature, irregular nature made a conspiracy in the murder case. Her volatile nature, not volatility nature. ഒന്നെങ്കിൽ ഹെർ volatility made എന്ന് പറയാം. അവിടെ നേച്ചർ വേണ്ട, കാരണം അതിൽ തന്നെ അർത്ഥമുണ്ട്. volatile നേച്ചറിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് വോളറ്റിലിറ്റി നേച്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സൂപ്പർഫ്ലോ സ്റ്റേറ്റ്മെൻറ്റായി മാറും. കാരണം വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ അർത്ഥം തന്നെ വോളറ്റൈൽ നേച്ചർ എന്നാണ്. വോളറ്റിലിറ്റി മീൻസ് വോളറ്റൈൽ നേച്ചർ എന്നാണ് അർത്ഥം. അപ്പോൾ പിന്നെ വോളറ്റിലിറ്റി നേച്ചർ എന്ന് ഇടുന്ന കാര്യമില്ല, ആ സൂപ്പർഫ്ലോസ് ആയി പോകും. അപ്പോൾ അതിന് ഒന്നെങ്കിൽ പറയാം ഹെർ വോളറ്റിലിറ്റി, അല്ലെങ്കിൽ ഹെർ വോളറ്റൈൽ നേച്ചർ. ഓക്കെ. യെസ്. 2Kയോ എൻ്റെ പൊന്ന് ഹരി, ഞാൻ 10K ഒക്കെയുള്ള ലൈവ് ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ പേടിച്ച് നിന്നിട്ടുണ്ട്. എൻ്റെ പൊന്ന് എങ്ങനെയാണ് അങ്ങനെ? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓർക്കും കുട്ടികൾ അത്ര എന്താ പറയുക ഫ്രീ കണ്ടൻറ്റ് കിട്ടുമല്ലേ, പിന്നെ വേറെ എവിടെ പോകണം? ഫ്രീ കണ്ടൻറ്റ്, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് യൂട്യൂബിൽ കിട്ടുമ്പോൾ പിന്നെ വേറെ എന്ത് നോക്കണം? അവരതിരുന്ന് കാണും, നോട്ട് പ്രിപ്പയർ ചെയ്യും. വളരെ റിഗ്രസ് ആയി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. സോ you have to see them, their hard work. You have to give them the credit for their hard work. എപ്പോഴും ഞാനത് ഓർക്കും. Yeah. Anyway, sometimes people forget their responsibility. Honest squarely, completely. Yes. Great. Yes. Okay. Yes.
ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്ക്വയർ വെച്ചിട്ടൊരു ഇഡിയമുണ്ട്, ഫെയർ ആൻഡ് സ്ക്വയർ, കേട്ടിട്ടുണ്ടോ? ഇൻ എൻ ഓണസ്റ്റ് ആൻഡ് ഫെയർ മാനർ, അതാ ഉദ്ദേശിച്ചത്. കംപ്ലീറ്റ് ഓണസ്റ്റ് ആയിട്ടുള്ളൊരു ഫെയർ ആൻഡ് സ്ക്വയർ കേട്ടിട്ടുണ്ടോ? ഫെയർ ആയി, ഇപ്പോൾ കംപ്ലീറ്റ് ആയി, ഫെയറുമാണ്. ഫെയർ ആൻഡ് സ്ക്വയർ ഇടിയുണ്ട് കേട്ടോ, അതൊന്ന് മനസ്സിലോർത്തോണേ. ഈ സ്ക്വയർ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ അത് ഞാൻ കുറച്ച് നേരം ആലോചിക്കും നിങ്ങളോട് പറയേണ്ട കാര്യം, അപ്പോഴാണ് അതിൻ്റെ അടുത്ത് വേറെ ഒരു ഇത് വന്നത്. ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഇഡിയമുണ്ട്. നൗ ഇറ്റ് ഈസ് ഫെയർ ആൻഡ് സ്ക്വയർ. ഫെയർ ആൻഡ് സ്ക്വയർ, ഫെയർ ആൻഡ് സ്ക്വയറിൻ്റെ അർത്ഥം ഇതാണ്, ഇൻ എ കംപ്ലീറ്റ് ഇൻ ആൻ ഓണസ്റ്റ് ഫെയർ മാനർ, കംപ്ലീറ്റ് ഓണസ്റ്റ് ഫെയർ മാനർ, അതാണ് ഫെയർ ആൻഡ് സ്ക്വയർ. ഓക്കെ, ഓർത്ത് വെച്ചോളാം. കംപ്ലീറ്റ്ലി ഫെയർ, ജസ്റ്റ് ആയിട്ടുള്ള മാനർ എന്നുള്ള അർത്ഥം കേട്ടോ. ഇനി റിലക്റ്റൻറ്റ്, വളരെ അറിയാലോ, റിലക്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെസിറ്റൻ്റ് ആയിട്ടുള്ള, ഒരു മടി, അൺവില്ലിങ് ആയിട്ടുള്ള. ഡിസ്ഇൻക്ലൈൻഡ്, ഇൻക്ലിനേഷൻ ഇല്ല, ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻക്ലിനേഷൻ മീൻസ് അവർ ടെൻഡൻസിറ്റി, നമുക്കൊരു താല്പര്യമുണ്ട്, അതല്ലേ, താല്പര്യമില്ലായ്മ, ഡിസ്ഇൻക്ലൈൻഡ്. ഹെസിറ്റൻറ്റ് അല്ലെങ്കിൽ അൺവില്ലിങ്, അതാണ് റിലക്റ്റൻറ്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ മീനിങ്. ആൻഡ് ഫൈനലി ലാസ്റ്റ് വേർഡ് ഫോർ ദ ഡേ, കോൺട്യോർ. കോൺട്യോർ എന്ന വാക്കിൻ്റെ അർത്ഥം ഔട്ട്ലൈൻ, പ്ലാൻ, ഫോം എന്നൊക്കെ അർത്ഥം. ഔട്ട്ലൈൻ ഓഫ് സംതിങ്, പ്ലാൻ ഓഫ് സംതിങ്, ഫോം ഓഫ് സംതിങ്. കോൺട്യോർ, കോൺട്യോർ എന്നുള്ള വാക്ക് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോമൽ വേർഡാണ് കോൺട്യോർ കേട്ടോ, ഫോമലായിട്ട് ഉപയോഗിക്കുന്നത്. ഹായ് ജിഷ്ണു, ഗുഡ് മോർണിംഗ്. യെസ് 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 ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി സെൻറ്റൻസസ്, അല്ലെ, സെൻറ്റൻസസ് അല്ല, ലെറ്റ്സ് ലുക്ക് അറ്റ് ദി ആർട്ടിക്കിൾ. ആർട്ടിക്കിളോട്ട് പോകാലോ. ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേക്ക് കേട്ടോ. ക്ലിയർ ആയി മനസ്സിലായെങ്കിൽ ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്, ഒരു തംസപ്പ് ഇട്ടേക്ക്. ലൈക്ക് ഇടാത്തവർ ലൈക്ക് ഇടുക. പറഞ്ഞിട്ട് ആരും ഒരു സ്നേഹമില്ല കേട്ടോ, ലൈക്കൊന്നും ഇല്ലല്ലോ, ഒരു സ്നേഹമില്ലാത്ത പോലെ. ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. അപ്പോൾ നമ്മുടെ ഡിഗ്രി പ്രിംസിൻ്റെ സെക്കൻഡ് ബാച്ച് തുടങ്ങിയായിരുന്നു, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. ഇനി താമസിപ്പിക്കാറുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഹൈലി കോമ്പീറ്റൻ്റ് ആയ ഒരു ആൾക്കാരോടായിട്ട് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. സമയം കളയരുത്, അവസരം കളയരുത്, പഠിച്ചു തുടങ്ങുക. ഡിഗ്രി പ്രിംസിന് വാസ്റ്റ് സിലബസ് ആണ്. അതിൽ GK ഒക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ ബ്രാഞ്ചിലോട്ട് തന്നെ, റൂട്ടിൽ പോയിട്ട് നല്ല ബ്രാഞ്ചായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം. അതുകൊണ്ട് ഇപ്പോഴേ പഠിത്തം തുടങ്ങും. 5-5.5 മാസം എന്തായാലും എടുക്കും നിങ്ങൾക്ക് പഠിക്കാൻ. 6 മാസം, നമ്മുടെ 5.5 മാസമൊക്കെ ഉണ്ട് കോഴ്സ്. നമ്മൾ എന്തായാലും കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ബാച്ച് April 27th 27th സ്റ്റാർട്ട് ചെയ്തു. 2 ക്ലാസ്സുകളാണ് പോകുന്നത്, 4-നും 8:30-നും 2 ക്ലാസ്സുകൾ. സൺഡേസ് ഓഫ് ആയിരിക്കും. എല്ലാ ക്ലാസ്സും ഡിജിറ്റലായിട്ട് തന്നെയാണ് പോകുന്നത്. ഡിഗ്രി പ്രിംസിന് പ്രിപ്പയർ ചെയ്യുന്നവർ വരെ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഇന്റർവ്യൂ ബാച്ച് അസലായിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടി 9ാം തീയതി വരെ ക്ലാസ് ഉള്ളൂ. 7ാം തീയതി വരെ, 9ാം തീയതി അല്ല 7ാം തീയതി വരെ, ഈ ശനിയാഴ്ച വരെ ക്ലാസ് ഉള്ളൂ. അത് നമ്മൾ April 30ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നമ്മുടെ കുട്ടികൾക്കൊരു എക്സ്പേർട്ട് ടോക്ക്, അതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മോക്ക് ഇൻ്റർവ്യൂ, 1-on-1 ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഡീറ്റെയിൽ ആയ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 ടൈമുണ്ട്, 7 to 8ഉം 9 to 10. 9 to 10 3 ക്ലാസ്സുകൾ വരുന്നുള്ളൂ. 4 ഒരെണ്ണം കഴിഞ്ഞു, ഇനി വരാൻ പോകുന്ന 3 ക്ലാസ്സുകളുള്ളൂ. എല്ലാ ദിവസവും ഒന്നുമില്ല, ബട്ട് നമ്മൾ കൃത്യമായിട്ട് 10 ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. ഇന്നെവിറ്റബിൾ ഇൻക്രീസ്, അത്യന്താപേക്ഷിതമായ ഒരു ഇൻക്രീസ് ആണ്. സെർട്ടൺ ആണ്, ഇൻഎസ്കേപ്പബിൾ ആണ്. അതിലൊരു നമുക്കൊരു ഒളിച്ചോട്ടമില്ല, അതിനൊരു ഒളിച്ചോട്ടമില്ല, അത് ഉറപ്പായിട്ടും ഇൻക്രീസ് ചെയ്യും എന്നൊക്കെ ഉണ്ട്. കോൺട്യൂർ സർഫസ് എന്ന് പറയാറുണ്ട്, ഔട്ട്ലൈൻ സർഫസ് എന്ന് പറയില്ലേ, അതില്ലേ ഔട്ട്ലൈൻ, എൻ്റെ സർഫസ് ഔട്ട്ലൈൻ ഉള്ള ബൗണ്ടറി ഉള്ള ബോർഡർ ആയിട്ടുള്ള, അത് പറയും കോൺട്യൂർ സർഫസ്. കോൺട്യൂർ സർഫസ് എന്ന് പറയുമ്പോൾ കോൺട്യൂർ ഉപയോഗിച്ചതേക്കുന്ന അഡ്ജക്റ്റീവ് ആയിട്ടാണ് കേട്ടോ വിനു. അപ്പോൾ ഇന്നെവിറ്റബിൾ ഇൻക്രീസ് നോക്കാം. ദ RBI's ഇൻക്രീസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് വാസ് ലോങ് ഓവർഡ്യൂ. RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ്സിലുള്ള ഇൻക്രീസ്, അതിനുള്ള ഉയർച്ച, റൈസ് അല്ലെ, സർജ് എന്ന് പറയുന്നത് വാസ് ലോങ് ഓവർഡ്യൂ. കുറേ നാളായി നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ളതായിരുന്നു. മാത്രമല്ല കുറേ നാളായിട്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ്, എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നോക്കാം. ദ പെനി ഹാസ് ഡ്രോപ്ഡ്, പൈസ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ സ്റ്റബേൺലി ഹോൾഡിംഗ് ഓഫ് acting to tame inflation, which had steadily eroded consumers' purchasing power and derailed broader economic momentum, the RBI's rate setting panel on Wednesday announced an off-cycle interest in benchmark interest rates. The Monetary Policy Committee, MPC, voted to raise the policy repo rate by 40 basis points to 4.4% with immediate effect. RBI Governor Shaktikanta Das rationalized that letting inflation remain elevated at current levels for too long risks de-anchoring. പറഞ്ഞതാണ് പെനി ഒരു പൈസ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റബേണായിട്ട് നമ്മൾ വളരെ സ്റ്റബേണായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട് കടുംപിടുത്തം പിടിച്ച് ഹോൾഡ് ഓഫ് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തിനെ ഹോൾഡ് ഓഫ് ചെയ്യുക മീൻസ് റെസിസ്റ്റ് ചെയ്യുക. ഫ്രം എന്തിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ, ഹോൾഡ് ഓഫ് ഫ്രം ഒരുമിച്ച് പറയും, ബട്ട് റെസിസ്റ്റിനോട് ഫ്രം വേണ്ട കേട്ടോ. റെസിസ്റ്റിംഗ്, ആക്ടിങ് ടു ടൈം ഇൻഫ്ലേഷൻ, ഇൻഫ്ലേഷൻ ഒന്ന് ടൈം ചെയ്തെടുക്കുക, ഒന്ന് മോൾഡ് ചെയ്തെടുക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ശ്രമിച്ചു.
പക്ഷെ എന്തായിരുന്നു, ഇൻഫ്ലേഷനെ സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, കൺസ്യൂമേഴ്സിനെ നമ്മൾ ഡാമേജ് ചെയ്തു അല്ലേ. കൺസ്യൂമേഴ്സ് മൊത്തത്തിൽ അവരുടെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിംഗ് പവറൊക്കെ നമ്മൾ ഡാമേജ് ചെയ്യുന്നുണ്ട്. കാരണം പൈസ കൂടുന്നൊരു ഡിമാൻഡ് കുറയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് പർച്ചേസിംഗ് പവർ കുറഞ്ഞു, അത് ഡിറെയിൽ ചെയ്ത് കളഞ്ഞു. അതെന്ത് ചെയ്തു, ഡിറെയിൽ ചെയ്ത് കളഞ്ഞു, അത് അപ്സെറ്റ് ചെയ്ത് കളഞ്ഞു. എന്തിനെ, പ്രിവെൻറ്റ് ചെയ്ത് കളഞ്ഞു. എന്താ പ്രിവെൻറ്റ് ചെയ്തത്, ഇക്കണോമിക് മൊമെൻറ്റത്തിനെ പ്രിവെൻറ്റ് ചെയ്തു. സോ ദാറ്റ്സ് എ പ്രോബ്ലം. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിന് അന്നേ പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിവിധി കൊണ്ടുവന്നില്ലേ പണി വാളും. പ്രിവെൻറ്റഡ് ബോർഡർ എക്കണോമിക് മൊമെൻറ്റം. അങ്ങനെ RBIയുടെ റേറ്റ് സെറ്റിംഗ് പാനൽ വെൻസ്ഡേയിൽ അനൗൺസ് ചെയ്തു ഓഫ് സൈക്കിൾ ഇൻക്രീസ്. ബെഞ്ച്മാർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വെൻസ്ഡേയിൽ ഓഫ് സൈക്കിൾ ആയിട്ടുള്ള, അതായത് ഓഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ റെഗുലറായി നടക്കുന്ന ഒരു കാര്യമല്ല, ഇടയ്ക്ക് അല്ലേ ഓഫ് സൈക്കിളാണ്. സാധാരണ സൈക്കിളായിട്ട് വരുന്ന പ്രോസസ്സിൽ നിന്ന് ഒരു മാറ്റം, സംതിങ് മോർ, അതിലൊരു കാര്യമാണ്. ഇൻക്രീസ് ഉണ്ട് ബെഞ്ച് മാർക്ക് റേറ്റ് ലിങ്ക് ഇൻട്രസ്റ്റിൽ. അങ്ങനെ മോണിറ്ററി പോളിസി കമ്മിറ്റി MPC, ഇപ്പോൾ ഗുരുദാസ് കുറച്ച് സെനൻസ് മേക്ക് ചെയ്തപ്പോൾ MPC പറഞ്ഞില്ലേ, ആ MPC ഈ MPC ആണ് കേട്ടോ. നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി അവർ വോട്ട് ചെയ്തു എന്തിനു വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടി. റേസ് ദ പോളിസി, റേസ് ചെയ്യുക മീൻസ് ഉയർത്തുക അല്ലേ, ഉയർത്തുക. ടു റേസ് ദി പോളിസി റിപ്പോ റേറ്റ് എത്രത്തോളം മാറ്റണം, 40 ബേസിക് പോയിന്റ്സിൽ നിന്ന് 4.4% ഇമീഡിയറ്റ് ഇഫക്റ്റ് ഉടനെ തന്നെ വേണം നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ RBI ഗവർണറായി, നിങ്ങൾക്ക് അറിയാലോ RBI ഗവർണർ, ഇപ്പോഴത്തെ RBI ഗവർണർ ആരാണ്, ശക്തികാന്ത ദാസ്. അദ്ദേഹം റാഷണലൈസ് ചെയ്ത് പറഞ്ഞതാണ്, നമ്മൾ ഇൻഫ്ലേഷൻ ഇങ്ങനെ എലിവേറ്റ് ചെയ്യാൻ, വിലകയറ്റം ഇങ്ങനെ കൂടാൻ വേണ്ടി നമ്മൾ ലെറ്റ് ചെയ്തു, അവസരം ഒരുക്കി കൊടുത്താൽ കറണ്ട് ലെവൽസിൽ കൊടുക്കണം. ഇറ്റ് ഈസ് ടു റിസ്ക് ഫോർ ടു ലോങ് റിസ്ക്. കുറേ നാളായി നമ്മളത് ചെയ്യുവാണ്. അതെന്ത് ചെയ്തു, അത് റിസ്ക് ചെയ്തു. എന്തിന് റിസ്ക് ചെയ്തു, ഡി ആങ്കർ ചെയ്യാൻ, ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷനെ ഡി ആങ്കർ ചെയ്യാൻ. ആങ്കർ ചെയ്യുക, ഷിപ്പൊക്കെ ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നങ്കൂരം ഇടുക, അതാണ്. അപ്പോൾ ആങ്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിടിച്ച് നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷനെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അതാണ് ഡി ആങ്കർ ചെയ്യുക എന്നുള്ളൊരു പ്രശ്നം. ആൻഡ് കോൺസിക്വൻ്റ്ലി ഹേർട്ടിംഗ് ഗ്രോത്ത് ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അതുകൊണ്ട് നിങ്ങൾക്കറിയാലോ ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻസിനെയും പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡിനെയും അഫക്റ്റ് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും ഗ്രോത്തിനെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും ബാധിക്കും ഉറപ്പായിട്ടും അല്ലേ. ദാറ്റ് ഇസ് എപ്പോഴും അത് തമ്മിലൊരു എന്താണ് കണക്ഷൻ ഉണ്ട്. വെൽ റഷ്യസ് ഇൻവേഷൻ ഓഫ് ഉക്രൈൻ ആൻഡ് സബ്സിക്വന്റ് വെസ്റ്റേൺ സാങ്ഷൻസ് ഓൺ മോസ്കോ ഹാവ് റോയിൽഡ് ദ ഔട്ട്ലുക്ക് ഓഫ് പ്രൈസസ് ഓൺ എ റേഞ്ച് ഓഫ് കമ്മോഡിറ്റീസ് including wheat, edible oil, crude oil and coal. Indian households' perception and expectations of inflation have been running well above the RBI's upper tolerance threshold of 6% for more than 2 years. That the RBI has been forced to act now, after insisting that price pressures were transitory, is a belated yet welcome acknowledgement that the economic നോക്കാം. അപ്പോൾ നമ്മുടെ റഷ്യയുടെ ഇൻവേഷൻ ഓഫ് ഉക്രൈൻ ആ ഒരു സമയത്ത് സബ്സിക്വൻ്റ് ആയിട്ടുള്ള വെസ്റ്റേൺ സാങ്ഷൻസ് വന്നു മോസ്കോയ്ക്ക്. സാങ്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെനൽറ്റി, പണിഷ്മെൻറ്റ് കൊടുത്തു അല്ലേ, കുറച്ച് പണിഷ്മെൻറ്റ്സ് കൊടുത്തു. ഇത് അല്ലേ നിങ്ങൾ വോർ നടത്തിയോണ്ടുള്ള പണി മോസ്കോയ്ക്ക് കൊടുത്തു അല്ലേ. ആൻഡ് അതെന്ത് ചെയ്തു, ഇറ്റ് ഡിസ്റ്റർബ്ഡ് അല്ലേ പ്രൈസസിനെ. നമ്മൾ എന്ത് ചെയ്യും, ഇത് റോയിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഡിസ്റ്റർബ് ചെയ്തു. എന്തിനെ ഡിസ്റ്റർബ് ചെയ്തു, പ്രൈസസിനുള്ള ഔട്ട്ലുക്കിനെ, ഒരുപാട് കമ്മോഡിറ്റീസിലുള്ള പ്രൈസസിനെ മൊത്തത്തിൽ തകരാറിലാക്കി. ഏതിനൊക്കെയാ, വീറ്റ്, എഡിബിൾ ഓയിൽ, ക്രൂഡ് ഓയിൽ, നമ്മളതൊക്കെ അനുഭവിച്ചതാണ്, കോള് ഒക്കെ. അങ്ങനെ ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സിൻ്റെ പെർസെപ്ഷൻ അവരുടെ തന്നെ ഒരു ഇതിനെ മാറ്റിമറിച്ചു, എക്സ്പെക്ടേഷനും പെർസെപ്ഷനൊക്കെ മാറ്റിമറിച്ചു ഈ ഇൻഫ്ലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അത് ഹാവ് ബീൻ റണ്ണിങ് വെൽ അബവ് RBI's അപ്പർ ടോളറേറ്റ് ത്രഷോൾഡ്. RBIയുടെ അപ്പർ ടോളറേറ്റ് ത്രഷോൾഡിനേക്കാളും അധികത്തിലോട്ടാണ് പോയത്. അതായത് 6% ഫോർ മോർ ദാൻ 2 years, 2 വർഷത്തിൽ ഏറെ മോർ ദാൻ 2 yearsലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഇൻഫ്ലേഷൻ്റെ റേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ RBI വാസ് ഫോഴ്സ്ഡ് ടു ആക്ട് നൗ. ഇനിയിപ്പോൾ ഒരു വഴിയിൽ RBIക്ക് തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ആഫ്റ്റർ ഇൻസിസ്റ്റിംഗ് ദ പ്രൈസ് പ്രഷേഴ്സ് ബട്ട് ട്രാൻസിറ്ററി, അങ്ങനെ പറയുകയാണ്, ആഫ്റ്റർ പറയാണ് ഈ പ്രൈസ് പ്രഷേഴ്സ് ഇത് വെറും ട്രാൻസിറ്ററി ആണ്, പെർമനൻ്റ് ആയിട്ട് നമ്മൾ വെക്കുന്നല്ല, തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ, അത് നിങ്ങൾ എന്തായാലും മാറ്റിത്തരും, പ്രഷർ ഇത് കുറയും, ഇൻഫ്ലേഷൻ കുറയും. ഈസ് എ ബിലേറ്റഡ്, വളരെ വൈകിപ്പോയി ഓൾറെഡി. അത് ഇപ്പം പ്രൈസ് പ്രഷേഴ്സ് ട്രാൻസിറ്ററി എന്ന് പറഞ്ഞ ആ ഒരു അക്നോളജ്മെന്റ് എന്ന് പറയുന്നത് വളരെ വൈകിപ്പോയി. എന്നാലും ഓക്കെ, ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇറ്റ് ഇസ് എ വെൽക്കം അക്നോളജ്മെന്റ് ആണ് ദാറ്റ് ഇക്കണോമിക് കോസ്റ്റ് ഓഫ് ഫോളിംഗ് ടു ആങ്കർ പ്രൈസ് സ്റ്റെബിലിറ്റി. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രൈസ് സ്റ്റെബിലിറ്റി ഒന്ന് പിടിച്ചു കെട്ടാൻ ശ്രമിക്കണം, നങ്കൂരം ഇടാൻ ശ്രമിക്കണം. ആങ്കർ സ്റ്റെബിലിറ്റി can potentially be far more deleterious to growth than relative decrease in the availability of low cost credit. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഈ പ്രൈസ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രോത്തിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യും നമ്മൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഇതാക്കിയില്ലെങ്കിൽ, ഫോളോ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, അത് വളരെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ് ഓർക്കാം. ഇപ്പോൾ നമ്മൾ സൈറ്റ് ചെയ്യാണ് ടു കോട്ട് മിസ്റ്റർ ദാസ്, ശക്തികാന്ത ദാസിൻ്റെ വേർഡ്സ് നമ്മളൊന്ന് കോട്ട് ചെയ്യുകയാണെങ്കിൽ, മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, അങ്ങേരുടെ ആ വാക്കൊന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഇസ് ഇറ്റ്: സസ്റ്റെയിൻഡ് ഹൈ ഇൻഫ്ലേഷൻ ഹേർട്ട് സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്സ്, കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് ഔട്ട്പുട്ട് ഗ്രോത്ത്.
It has pronounced adverse effects on poor segments by eroding their purchasing power. അപ്പോൾ ശക്തികാനന്ദ ദാസ് പറയാണ് സസ്റ്റെയിൻഡ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൈ ഇൻഫ്ലേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സേവിങ്സിന് അഫക്റ്റ് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും, കോമ്പറ്റിറ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. അത് ഔട്ട്പുട്ട് ഗ്രോത്തിനെയും അത് മൊത്തത്തിലൊരു ഇക്കോണമിയെ മൊത്തത്തിൽ താറുമാറാക്കാം. ഇറ്റ് ഈസ് പ്രൊനൗൺസ് അതിന് അഡ്വേഴ്സ് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്തു. എന്തിൽ? പുവർ സെഗ്മെന്റ്സിൽ, സാധാരണക്കാരുടെ ലൈഫിന് ഒരുപാട് അഫക്റ്റ് ചെയ്തു അല്ലേ. പൈസ ഉള്ളവരിന് പൈസ ഉണ്ടല്ലോ, അവർക്ക് എന്തും ആവാലോ, അവർക്കൊക്കെ പൈസക്കാരില്ല, അവർക്ക് എന്തോ ആവാലോ അല്ലേ. സോ അങ്ങനെ പെർച്ചേസിങ് പവറിന് വല്ല ഇറോഡ് ചെയ്യാനുള്ളൊരു കഴിവ് ഇതിനുണ്ട്. അത് ഇൻഫ്ലേഷനെ കുറേ നാളായി നമ്മൾ ടാക്കിൾ ചെയ്യണം, പള്ളിയെ പണിവാളും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്ന കാര്യം ഇതാണ്. ഇൻ എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് ഡിസിഷൻ ടു റേസ് borrowing cost for the first time in 45 months, the MPC has acknowledged that the overall outlook for inflation has darkened considerably since. അപ്പോൾ ഡിസിഷനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പറയുന്നത്, അതിൻ്റെ ഡീറ്റെയിലോട്ട് പറയുകയാണെ ഡിസിഷൻ പറയുന്നത് ഇങ്ങനെയാണ്. ഈ ബോറോയിങ് കോസ്റ്റുകൾ റേസ് ചെയ്യുമ്പോൾ, അത് കൂട്ടുമ്പോൾ, ഫസ്റ്റ് ടൈമാണ് കൂട്ടുന്നത് 45 months 45 months എന്ന് പറയുമ്പോൾ 1.5 മാസത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്ര കൂട്ടുക കേട്ടോ. അപ്പോൾ MPC മോണിറ്ററി ഫണ്ട് ഇത് പോളിസി ഇതിൽ അവർ പറയുന്നത്, അവർ അക്നോളജ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഓവറോൾ ഔട്ട്ലുക്ക്, ഇൻഫ്ലേഷൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് ആയിട്ട് പറയുകയാണ്, അത് ഡാർക്കൻ ചെയ്തു, ഒരുപാട് കൺസിഡറബിളി ഡാർക്കൻ ചെയ്തു സിൻസ് ഇറ്റ് മെറ്റ്. കഴിഞ്ഞ MPC കഴിഞ്ഞ തവണ ലാസ്റ്റ് മന്തിൽ വെറ്റ് ചെയ്തതിനേക്കാൾ ഒരുപാട് ഡാർക്കൻ ചെയ്തിട്ടുണ്ട് ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ. അപ്പോൾ പ്രൈസസ് ഓൺ എ ടിയർ ഗ്ലോബലി, ഓൺ എ ടിയർ വളരെ സക്സസ്ഫുൾ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലേ. മുന്നോട്ട് അടിപൊളിയായിട്ട് പ്രൈസ് കൂടി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുക അല്ലെ. ഞാൻ പറഞ്ഞില്ല, ബിസിനസ് ഈസ് ഓൺ എ ടിയർ എന്ന് പറഞ്ഞാൽ ബിസിനസ് നല്ല ഉഷാറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക എന്ന് പറയാം. പക്ഷേ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഗ്ലോബലി ആൻഡ് ഇൻഫ്ലേറ്ററി പ്രഷേഴ്സ് ആർ ബ്രോഡനിങ് വേൾഡ് വൈഡ്. ഈ ഇൻഫ്ലേറ്ററി പ്രഷേഴ്സ് വേൾഡ് വൈഡ് എല്ലാ കൺട്രീസിനും അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ IMF ലാസ്റ്റ് മന്ത് പോസിറ്റഡ് that the war in Ukraine was poised to not only slow global growth in 2022 but would also cause inflation to accelerate by 2.6 percentage points to 5.7% in advanced economies this year, and spur a more appreciable quickening of 2.8 percentage points in the case of emerging market and developing economies. When central banks in advanced economies led by the US Federal Reserve pursuing a path of policy normalization, the prospect of volatility in capital. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, നമ്മുടെ IMF കഴിഞ്ഞ മാസം കൂടിയപ്പോൾ അവർ പോസിറ്റ് ചെയ്തു, അവർ പുട്ട് ഫോർവേഡ് ചെയ്തു, അവർ മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഉക്രൈനിലെ വോർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എന്തിലോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന ഈ ബാലൻസ് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്തിലോട്ട് കൊണ്ടുപോകാനാണ് പറയുന്നത്. ഗ്ലോബൽ ഗ്രോത്ത് വളരെ സ്ലോ ആവും 2022. അതാണ് വരാൻ പോകുന്ന ഒരു കാര്യം. സ്ലോ ആയിട്ടുള്ള സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആയിരിക്കും വരാൻ പോകുന്നത് അല്ലേ. ആണ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമെന്ന് പറഞ്ഞായിരുന്നു. 2.6% കൂടും, പോയിൻ്റായിട്ട് കൂടും. അതായത് 2.6 മുതൽ 5.7 വരെ പോകും. 2.6 ഒക്കെ ഡെവലപ്പിംഗ് കൺട്രീസിനെ പോലെ ഉള്ളടത്ത്, 5.7 നല്ല അഡ്വാൻസ് ഇക്കോണമീസിനൊക്കെ 5.7 വരെ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീണ്ടും സ്പർ ചെയ്യും, അത് കൂട്ടും അല്ലേ, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്യും, അത് കൂട്ടും. അപ്പം ക്യുക്കനിങ് ആയിരിക്കും, പെട്ടെന്നായിരിക്കും 2.6 നിന്ന് 2.8 പെർസെൻറ്റേജ് പോയിന്റിലോട്ട് മാറും. പെട്ടെന്ന് എമർജിംഗ് മാർക്കറ്റൊക്കെ വരുന്നുണ്ട്. ഡെവലപ്പിംഗ് എക്കോണമിയിലൊക്കെ സംബന്ധിച്ചിടത്തോളം അത് എമർജിംഗ് മാർക്കറ്റിലും ഡെവലപ്പിംഗ് എക്കോണമിയിലും ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഡെവലപ്പിംഗ് കൺട്രീസിലുള്ളവർക്കൊക്കെയും അല്ലെങ്കിൽ എമർജിംഗ് മാർക്കറ്റിലേക്കാണെങ്കിൽ 2.8 വരെ കൂടാം. പിന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം US ഫെഡറൽ റിസർവ് പെർസ്യൂം ചെയ്യുന്ന നമ്മുടെ അഡ്വാൻസ്ഡ് എക്കോണമിയിലേക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹൈ ആയിട്ടുള്ള കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചാൻസസ് ഓഫ് വൊളറ്റിലിറ്റി, പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ചാൻസസ് അല്ലേ, ലൈക്ലിഹുഡ്, ചാൻസസ്, പോസിബിലിറ്റീസ്, chances of volatility in capital flows, adding pressure on the exchange rate and consequently heightening the risks of important inflation have also surely cured the pitch for the RBI. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഷർ നമ്മളിപ്പോൾ ഇങ്ങനെ കൂട്ടുമ്പോൾ പോയിന്റ്സ് കൂട്ടുമ്പോൾ ഇൻഫ്ലേഷൻ പോയിന്റ്സ് കൂട്ടുമ്പോഴേക്കും എക്സ്ചേഞ്ച് റേറ്റിന് മാറ്റം വരും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലേഷന് കാരണമാകും. റിസ്ക് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻഫ്ലേഷൻ, ഇമ്പോർട്ടൻ്റ് ബാധിക്കും. അങ്ങനെ മൊത്തത്തിൽ നമുക്കും പണിയാണ്. അങ്ങനെ പണി വന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി സ്പോയിലിംഗ്, ക്യൂറിയും ഷോർലി സ്പോയിൽഡ് നമ്മുടെ RBIയുടെ പിച്ച്. അങ്ങനെയാണ് അതിനെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് അതിലോട്ട് കൊണ്ടുവരാനുള്ള കാരണം വന്നത്. ദ ഫാക്ട് ദാറ്റ് ദ നോവൽ കൊറോണ വൈറസ് ഇസ് സ്റ്റിൽ ലർക്കിംഗ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ, പയ്യെ ഹൈഡായിട്ട് നിൽക്കുക, എപ്പോഴാണ് ചാടി പുറത്ത് വരണ്ടേ എന്നുള്ള തരത്തിൽ കൊറോണ വൈറസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആൻഡ് ഇറ്റ് കുഡ് ട്രിഗർ എ ഫ്രഷ് വേവ് ഓഫ് ഇൻഫെക്ഷൻസ് ആസ് സീൻ ഇൻ ചൈന. നമ്മൾ കണ്ടതാണ്, അങ്ങനെ പയ്യെ നടന്നുകൊണ്ടിരിക്കുക, പക്ഷേ അത് തീർന്നിട്ടില്ല, ഒടുങ്ങിയിട്ടില്ല. നമുക്കറിയാം ഇതിനൊരു ഫ്രഷ് വേവ് ഓഫ് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളത് ചൈനയിൽ കണ്ടതാണ്. ആഡ്സ് കൺസിഡറബിളി ടു അൺസർട്ടനിറ്റി. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ്. വേണമെങ്കിൽ എന്തും വരാം. കൊറോണ വൈറസ് അങ്ങനെ ഒതുങ്ങിയിട്ടൊന്നുമില്ല, പയ്യെ ലേക്ക് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. മോണിറ്ററി അതോറിറ്റീസ്, ഞാൻ പറഞ്ഞു ഇവിടെ മോണിറ്ററി അതോറിറ്റീസ് പറഞ്ഞ കാര്യം അവർ പോയിന്റ് ഔട്ട് ചെയ്ത വളരെ കറക്റ്റായിട്ട് അവർ പറഞ്ഞേക്കുന്നത്. ഇമ്പാക്ട് ദ ഡൊമസ്റ്റിക് പമ്പ് പ്രൈസസിൻ്റെ, പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ഡൊമസ്റ്റിക് പ്രൈസസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ
അതിലുള്ള ഇൻക്രീസസ് ഉണ്ടല്ലോ, എന്താ നമ്മുടെ റൈസ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഇൻഫ്ലേഷൻ, ഈ പ്രൊഡക്ട്സിന്, പെട്രോളിയം പ്രൊഡക്ട്സിന് ഇതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻഫ്ലേഷന് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഭയങ്കരമായിട്ട് പൈസ കൂട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ബേർഡൻ എന്ന് പറയുന്നത് RBIയുടെ പെടലിക്ക, കംപ്ലീറ്റ്ലി സ്ക്വയർലി ഓൺ RBI, കംപ്ലീറ്റ്ലി RBIയുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇനി എന്താ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. മാത്രമല്ല മറ്റുള്ള ഫിസിക്കൽ അതോറിറ്റീസ് ഉണ്ടല്ലോ, ഓരോ ഫിനാൻഷ്യൽ ഇയറിൽ ഇത് തീരുമാനിക്കുന്ന അതോറിറ്റീസ് ഉണ്ടല്ലോ അവർ. അപ്പോൾ അവരെന്ത് ചെയ്യണം? ടു മൂവ് ഇൻ ലോക്ക് സ്റ്റെപ്പ്, കുറച്ചുകൂടെ ഇത് വിഷണറി ആയിട്ട് ചിന്തിക്കുക. ആൻഡ് ടേക്ക് എവറി പോസിബിൾ മെഷർ ഇൻക്ലൂഡിങ് കട്ടിംഗ് ഫ്യൂൽ ടാക്സസ്. അപ്പോൾ നേരത്തെ മുതലേ പറയുന്ന ഫ്യൂൽ ടാക്സ് കുറയ്ക്കുക, വേറൊരു വഴിയില്ല. ടു കീപ് ഇൻഫ്ലേഷൻ ഫ്രം റണ്ണിങ് അവേ, ഇൻഫ്ലേഷൻ കൂടി അങ്ങ് വലിയ ആളായിട്ട് ഇരിക്കാതിരിക്കാൻ നോക്കുക. ആൻഡ് ലാൻഡിങ് ദി ഇക്കോണമി ഇൻ സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാഗ്നൻ്റ് ആയ ഇൻഫ്ലേഷൻ. ഇപ്പോൾ ഉള്ള വിലകയറ്റം മതി, ഇത് കൂടുതലുള്ള വിലകയറ്റം വേണ്ട. സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ 2 വാക്കുകൾ കൂടി ചേർന്നാണ് സ്റ്റാഗ്നൻറ്റിൻ്റെയും പോർട്ട്മാൻറ്റോ വേർഡാണ്. സ്റ്റാഗ്നൻ്റ് പ്ലസ് ഇൻഫ്ലേഷൻ കൂടി ചേർന്നുണ്ടായ വാക്കാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഓക്കെ, സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഇപ്പോൾ ഉള്ള ഇൻഫ്ലേഷൻ മതി, അത് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇറ്റ് ഈസ് അനലിറ്റിക്കൽ ആർട്ടിക്കിൾ. അനലിറ്റിക്കൽ ആണ്, നിങ്ങൾക്ക് ഇൻഫർമേറ്റീവ് ആണ് അല്ലേ, ഇൻഫർമേറ്റീവ് ആണ്, അനലിറ്റിക്കൽ ആണ്, ഇൻഫർമേറ്റീവ് ആണ് അല്ലേ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി സിമ്പിൾ അല്ലേ, ഇപ്പോൾ വായിച്ച് നമുക്ക് ഇക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻസ് റിലേറ്റഡ് ആർട്ടിക്കളുടെ ഒരു കണക്ഷൻ കിട്ടി, ഡീപ്പറായിട്ട് പോകാനുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ലേ. കേരളത്തിലെ പിള്ളേർക്ക് ഹിന്ദു എഡിറ്റോറിയൽ സെഷൻ്റെ ഇമ്പോർട്ടൻറ്റ് ഇത് ഇത്ര അറിയിട്ടില്ലെന്ന് തോന്നുന്നു. കമ്മിങ് ഡേയ്സിൽ സെറ്റ് ആവും. ബിക്കോസ് ഇത്രയും താങ്ക് യു സോ മച്ച് ഹരി, താങ്ക് യു സോ മച്ച്. ആണല്ലേ, ഓക്കെ. റീസെൻറ്റ് RBI സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് ഇൻഫ്ലേഷൻസ് റെഡി ആവാൻ 50 years ആവും. ശരി, അത് കറക്റ്റാണ്. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, ഇങ്ങനെ പോയാൽ അന്യൻ മൂവി ഡാർക്ക് ക്യാരക്ടറായിട്ട് മാറും. സത്യം, കുറേ നാളെ ഇവർ ചെയ്യാന്നൊക്കെ പറയുന്നു, ചെയ്തു വന്നാൽ കൊള്ളാം, ഇല്ലെങ്കിൽ എന്താവും അവസ്ഥ അല്ലേ. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ, അങ്ങനെ തന്നെ പറയാം, അല്ലാതെ നമുക്ക് എന്താ പറയാൻ പറ്റുക. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ദാറ്റ്സ് ഇറ്റ്. ബെസ്റ്റ് വേ ടു സേ ഈസ്, ബെസ്റ്റ് വേ ടു പ്രൊഡിക്ട് സംതിങ് ഈസ് ബെസ്റ്റ് വേ ടു സേ ഇറ്റ് എന്ന് പറയുന്ന പോലെ. ഓക്കെ, ഓക്കെ, അപ്പം മനസ്സിലായല്ലോ. ഒരു തംസപ്പ് ഇട്ടോ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റനിലോട്ട് പോകാം. ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു. ഓക്കെ, ഇന്നലത്തെ ക്വസ്റ്റൻ ഇതായിരുന്നു. ഇതാ ക്വസ്റ്റൻ, yesterday's question: the authorities must keep scientific evidence at the forefront when they take decisions that affect individual choice. ഇതായിരുന്നു ക്വസ്റ്റൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എട്ടൊൻപത് പേര് എനിക്ക് ആൻസർ തന്നായിരുന്നു കേട്ടോ. എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ റെസ്പോൺസ് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം എന്തായാലും റെസ്പോൺസ് കിട്ടും. ആ ഒരു സന്തോഷം എനിക്കുണ്ട്. സോ ഇത് വളരെ സിമ്പിളായൊരു ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് എപ്പോഴും വരുന്ന, എക്സാം പോയിന്റ് ഓഫ് വ്യൂ എപ്പോഴും വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കറിയാം അല്ലേ, കൺഫ്യൂസിങ് വേർഡ്സിൻ്റെ ക്വസ്റ്റൻ ആണ്. നോക്കിയേ, സ്പോട്ട് ആണ് ഓഫ് കോഴ്സ്, പക്ഷേ കൺഫ്യൂസിങ് വേർഡ്സിൽ എപ്പോഴും വരുന്ന ക്വസ്റ്റൻ ആണ്. ദ അതോറിറ്റീസ് മസ്റ്റ് കീപ് സയൻറ്റിഫിക് എവിഡൻസ്. അതോറിറ്റീസ് സയൻറ്റിഫിക് എവിഡൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അറ്റ് ദ ഫോർഫ്രണ്ട്, മുന്നോട്ട് വെക്കേണ്ടത് സയൻറ്റിഫിക് എവിഡൻസ് ആയിരിക്കണം. വെൻ ദ ടേക്ക് ഡിസിഷൻസ്, അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. എന്തിനു വേണ്ട? ദാറ്റ് എഫക്റ്റ് ഇൻഡിവിജ്വൽ ചോയ്സ് ആണോ? അല്ല, ദാറ്റ് അഫക്റ്റ് അല്ലേ. എഫക്റ്റ് അല്ല വേണ്ട, അഫക്റ്റ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർബായിട്ട് എഫക്റ്റ് ഉപയോഗിക്കും. എഫക്റ്റ് ചെയ്യുക മീൻസ് അച്ചീവ് ചെയ്യുക, അക്കംപ്ലിഷ് ചെയ്യുക. ഇൻഡിവിജ്വൽ ചോയ്സ് അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ എന്നാണോ? അല്ല, ഇൻഡിവിജ്വൽ ചോയ്സിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അല്ലേ, അഫക്റ്റ് ചെയ്യുന്ന ഡിസിഷൻസ്. അപ്പോൾ അതോറിറ്റീസ് മസ്റ്റ് കീപ് സയൻറ്റിഫിക് എവിഡൻസ് അല്ലേ, സയൻറ്റിഫിക് പ്രൂഫ് വേണം ഫോർഫ്രണ്ടിലോട്ട് വെക്കുക. വെൻ ദേ ടേക്ക് ഡിസിഷൻസ് ദാറ്റ് അഫക്റ്റ്, ഈ ഡിസിഷൻസ് അഫക്റ്റ് ചെയ്യുന്നു ഇൻഡിവിജ്വൽ ചോയ്സിനെ എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് സോ സിമ്പിൾ ഐ ഗെസ്. ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചു. ഇന്നത്തെ ചോദ്യം ഇതാണ്. സെൻറ്റൻസ് വലുതായിട്ടൊക്കെ തോന്നും, ബട്ട് ചോദ്യം വളരെ സിമ്പിളായിട്ട് ചോദ്യം കേട്ടോ. ദ ചാലഞ്ച് ബിഫോർ ന്യൂ ഡൽഹി ഈസ് ടു ബിൽഡ് എ സ്ട്രോങ്ങർ സ്ട്രാറ്റജിക് ഫ്യൂച്ചർ വിത്ത് യൂറോപ്പ് without immediately disrupt its complete but vital partnership with an increasingly isolated angry Russia. കുറച്ച് വേർഡ്സ് കൂടുതലായിട്ട് ഇൻക്രീസിംഗ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ട് ആംഗ്രി ആയിട്ടുള്ള റഷ്യ എന്ന് കൊടുത്തിട്ടുള്ളൂ. സംഭവം സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതിലൊരു ചെറിയൊരു എറർ ഉണ്ട്. ഈ ചെറിയ എറർ നിങ്ങൾക്ക് അറിയാവുന്ന എററാണ്. ആൻഡ് ഐ വോണ്ട് യു ടു ബി ആൻസറിങ് ഇറ്റ് ഓൺ ദി കോമെൻറ്റ് സെക്ഷൻ. കോമെൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടാൻ മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ലൈവിൽ വന്നവർക്കും റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളൊരു അവസരമാണ്.
പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തൊരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. KPSC ഷോർട്ട് സെലക്ഷൻ ആണ് നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അതുപോലെ യുവർ ഫീഡ്ബാക്ക് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഫീഡ്ബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഫീഡ്ബാക്ക് ഫോം ഗൂഗിൾ ഫോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസർ പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ആൻസർ വേണം എനിക്ക്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വേണം. സജഷൻസ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മുന്നോട്ട് വെക്കാം. ഐ ബി ആൻസറിങ് ഇറ്റ്. ആൻഡ് മറ്റുള്ളവരിലൊക്കെ ഷെയർ ചെയ്യുക. യുവർ ഫ്രണ്ട്സ്, യുവർ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ കൊളീഗ്സ്, അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സ്, എല്ലാ കമ്മ്യൂണിറ്റിയിലും ഒന്ന് എത്തിക്കാൻ ശ്രമിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, അല്ലെങ്കിൽ കുറേ നാളായി കാണുന്നു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ള സംശയമാണെങ്കിൽ ഒന്ന് പരിഗണിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം. ആൻഡ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. സോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും നമ്മുടെ ക്ലാസ്സുകളുടെ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പിൻ്റെ പ്രത്യേകത, യു വിൽ ഗെറ്റ് മോക്ക് ടെസ്റ്റ് ആൻഡ് ഫ്രീ ക്വിസസ്. ഈ 10 പ്രിലിംസ് 10th പ്രിലിംസിൻ്റെ മോക്ക് ടെസ്റ്റ്, ഫ്രീ മോക്ക് ടെസ്റ്റ് വരുന്നുണ്ട്. ക്ലിക്ക് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. കാരണം എക്സാമിന് മുമ്പ് നിങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ആയിക്കോളും. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ക്വിസസ് ഉണ്ട്, ഓരോ സബ്ജക്ട് ക്വിസസ് ഉണ്ട്, ചെയ്യാം. അതുപോലെ നമ്മുടെ ഷെഡ്യൂൾ ഫോർ ദി ഡേ നിങ്ങൾക്ക് അറിയാലോ. 10 o'clock നിങ്ങൾക്ക് റീസണിംഗ് ക്ലാസ്സുമായിട്ട് നമ്മുടെ സുബിൻ സാർ വരും. 10 മണിക്ക് നിങ്ങൾക്ക് മാത്സ് ക്ലാസ്സുമായിട്ട് നമ്മുടെ കാവ്യ മാം വരും. 11 മണിക്ക് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ഞാൻ വരും. 12 മണിക്ക് നമുക്ക് ബാങ്കിങ് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് വരാം. നമ്മളിത് 8ാമത്തെ വീഡിയോ ചെയ്യുന്നു, സക്സസ് സീരീസിലെ 8ാമത്തെ വീഡിയോ ആണ്, ഞാൻ വരും. അതിനുശേഷം നിങ്ങൾക്ക് 6 മണിക്ക് അമൃത മിസ്സിൻ്റെ ക്ലാസ്, സയൻസ് ക്ലാസ് ഉണ്ട്. 7 മണിക്ക് റിജിൻ സാർ ഇന്നില്ല, ഇന്ന് വേറെ ക്ലാസ് റിജിൻ സാറിനുണ്ട്. പിന്നെ 8:30ക്ക് റിജിൻ സാറിൻ്റെ 8 മണിക്ക് റിജിൻ സാറിൻ്റെ കറണ്ട് അഫയേഴ്സ്. 9 മണിക്ക് സഞ്ജു മിസ്സിൻ്റെ ഹിസ്റ്ററി ക്ലാസ്. 10 മണിക്ക് ജോഗ്രഫി ക്ലാസ്സുമായിട്ട് അരുൺ സാറിൻ്റെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോളിറ്റി. അപ്പോൾ യു വിൽ ബി ഹാവിങ് അൺലിമിറ്റഡ് ക്ലാസ്സസ്, ഫ്രീ ക്ലാസ്സസ്. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുക. കീപ് സപ്പോർട്ടിങ്, കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച് എവറി വൺ. ബി ഹാപ്പി, സന്തോഷമായിട്ടിരിക്കുക, സുഖമായിട്ടിരിക്കുക. ബി സേഫ് ആൻഡ് ഹെൽത്തി.